ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടി ഉണ്ട് ഉസ്താദ് ഹോട്ടലിൽ. അങ്ങനെ ഞമ്മക്കൊരു മോൻ, ഓനൊരു സുന്ദരനാവും. Many months later. പെൺകുട്ടിയാ നാലാമത്തെ നമ്മുടെ പെൺകുട്ടി. അപ്പം അന്ന് തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. നാലാമത്തെ അവിടെ വരുന്നതിൽ പലരും തോളൊക്കെ തരും, കൃഷ്ണമാരെ വിഷമിക്കൊന്നും വേണ്ട. ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. പൈസ വേണമല്ലോ. അച്ഛൻ്റെ അനിയത്തി ഡോക്ടർ ആയിരുന്നത് കൊണ്ട് ഡോക്ടർ ഫീസ് ഇല്ല, ആശുപത്രി മാത്രം കൊടുത്താൽ മതി. അതും ഡോക്ടർ പറഞ്ഞ് കുറച്ചൊക്കെ തരും. അത് കുറച്ചൊരു പിള്ളേരെ ഉണ്ടാക്കി വിട്ടേനെ, അത് വേറെ വിഷയം. അന്ന് ഇത്ര സിനിമയിലെ പ്രൊഡ്യൂസർമാരൊക്കെ നമ്മളെ ചതിച്ചതാണ്. ഒരു 5-6 പടം കൂടിയൊക്കെ മാസം തന്നിരുന്നെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് പോയി. അന്ന് പടമില്ല, റിസപ്ഷനാണ് ജീവിതത്തിൽ. അവിടെ പ്രൊഡക്ഷൻ അവിടെ കുറച്ച് പിഴി കുറച്ചു. അതെ അതെ, എന്നിട്ട് 4 വരെയായി അല്ലേ. ആൾക്കാർ പറഞ്ഞു ഇവനൊക്കെ കുറച്ചൊരു പടം കൂടി കൊടുത്തിരുന്നില്ല. പക്ഷെ അവൾക്ക് ഇന്ന ആളെ കല്യാണം കഴിക്കണം എന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചല്ല, അച്ഛനും അമ്മയും ഒന്നും ചിലവാക്കണ്ട, ഞങ്ങളെ ചിലവാക്കിക്കോണം. ഇത് ആദ്യം പറയേണ്ടതല്ലേ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അപ്പം മറ്റുള്ളവരിക്കാൻ ഞാൻ മറ്റേ ഒന്ന് ഹൈലൈറ്റ്, ഞാൻ കേട്ടല്ലോ ഇങ്ങനെ വേണം നിങ്ങളും ചെയ്യാൻ. സമാധാനം, സുഖം. ഇപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോഴേ ഇവിടത്തൊക്കെ പറയാം, അശ്വിൻ അത് ചെയ്തേക്കണേ, അർജുൻ അങ്ങനെയാണേ, നിമിഷം ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ ഒറ്റ കാര്യം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ധാരാളം വേദന എടുത്തും അനുഭവിച്ചും വന്നതുകൊണ്ട് മറ്റൊരാളുടെ പെയിൻ നമുക്ക് റിലേറ്റ് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃഷ്ണകുമാരേട്ടൻ എനിക്ക് ഇവിടെ വന്നു നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഫെബ്രുവരി 14-ാം തീയതി നമുക്ക് ഇവിടെ തറക്കല്ലിട ചടങ്ങ് നടത്തി. ഇവിടെ ഈ മഴയ്ക്ക് മുമ്പേ ചെയ്യണമെന്ന്, പണി തീർത്ത് തരണമെന്ന് കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വീടെന്ന് പറയാൻ പറ്റില്ല, നമ്മളിരിക്കുന്ന ഈ റൂമിൻ്റെ അത്രയും ഇല്ല. നമുക്കിനി വാടകയ്ക്ക് കിടക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് സ്ഥലമുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഈ ചുള്ളിക്കമ്പുകളെല്ലാം പറക്കി വിട്ട് ടാർപോളത്തിൻ്റെ അടിയിൽ ഞാനും എൻ്റെ മക്കളും കിടന്നു. 2.5 വർഷം വരെ മണ്ണെണ്ണ വിളക്കിലാണ്, മണ്ണെണ്ണ വിളക്കുമല്ല മെഴുകുതിരിയിലാണ് പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പണം ഇങ്ങനെ വരും, നിൻ്റെ അല്ല, ഇന്ന സ്ഥലങ്ങളിൽ എത്തിക്കാൻ നിന്നിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം. ഈ പൈസ വരുമ്പോൾ ചിലപ്പോൾ നമ്മളിലോട്ട് തന്നിരിക്കുന്ന അവിടെ കൊടുക്കാനാണെങ്കിലോ. ആൾക്കാരൊന്നും പറയും കൃഷ്ണകുമാറും നിങ്ങളൊരു മോഡൽ കപ്പിളാണ്, തേങ്ങയാണ് തൊട്ടും മടി കഴിഞ്ഞിട്ട്. 1000 തവണ ഞങ്ങൾക്ക് തെറ്റിപ്പിരിയാൻ അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ പ്രിയമതിയായിട്ടിരിക്കുന്ന വ്യക്തി മാത്രമല്ല, എന്നിട്ട് എങ്ങനെ ഒരാളിലോട്ട് മാത്രം പോയത്? അതൊക്കെ വന്നു പോയതാണോ, സംഭവിച്ചതാണോ? ഇവരാണ്, ഈ സിന്ധുവാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടത്. ഈ 4 പേർക്ക് വരാനും ഇതെല്ലാം കാരണമാവും. നമുക്ക് അറിഞ്ഞൂടാ, ഓരോ ഇതിനും ഒരു റീസൺ ഉണ്ടാവും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പറയാറുണ്ട്, വാർദ്ധക്യത്തോടെ എടുക്കുമ്പോൾ, വാർദ്ധക്യം എന്ന് ഞാൻ പറയുമ്പോൾ വാർദ്ധക്യത്തോട് പോയി കരുതരുത്, നീങ്ങുന്നതോറും നമ്മൾ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു പറയും. അതേപോലെ തന്നെ അല്ലേ, മുത്തച്ഛനായിട്ടുള്ളൊരു രംഗപ്രവേശമുണ്ട്. ഇപ്പുറത്ത് ഓമി ഇത് കുറേ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ തന്നെയാണ് ചെറുപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ആ വാക്ക് ഉപയോഗിച്ചത്. അപ്പം എത്രത്തോളം ചെറുപ്പമായി എന്ന് ഞാൻ ചോദിച്ചോട്ടെ ഓമിയുടെ വരവിൽ. ഈ ആദ്യം വാർദ്ധക്യം എന്ന് പറഞ്ഞില്ലേ, ഈ അടുത്ത കാലത്ത് കേട്ടാൽ ഏറ്റവും ഭംഗിയുള്ളൊരു വാക്ക് ശ്രീകുമാരൻ തമ്പി സാർ. വൃദ്ധൻ എന്നുള്ള വാക്കിന് അദ്ദേഹം കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. വൃദ്ധൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, വയസ്സായി കൂനി. അതല്ല, അഭിവൃദ്ധി നേടിയവനാണ്. ഇത്രയും കാലം ജീവിച്ച് ജീവിത അനുഭവങ്ങളെല്ലാം നേടിയ ഒരാളാണ് വൃദ്ധൻ. പക്ഷേ ഈ മുഖത്തോക്കിയിട്ട് അഭിവൃദ്ധി നേടിയ ആളും യൗവനമുള്ള ആളെന്ന് കൂടി പറയേണ്ടി വരും. കാരണം ഒരേ സമയത്ത് 2 ഡീൽ ചെയ്തിട്ടുണ്ട്. ഭാര്യ വേണമെങ്കിൽ യൗവനത്തിന്റെ ഒരു സമ്മതിക്കും, ആദ്യത്തെ കാര്യത്തിൽ പറയും അത് ചുമ്മാ ഇങ്ങോട്ട് വളർന്നിട്ടില്ലെന്ന് തന്നെ പറഞ്ഞു കളയും, അത് വേറെ. പക്ഷെ ഇത് വീണ്ടും നമുക്കൊരു അനുഗ്രഹം വേണം ജീവിതത്തിൽ. ആയുസ്സും ആരോഗ്യവും വേണം, ഇതെല്ലാം അറിയാനും അനുഭവിക്കാനും. ആയുസ് കിട്ടിയവരുണ്ട്, പക്ഷെ തളർന്ന് കിടന്നു പോയാൽ ഇതറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു സ്റ്റേജാണ്. കല്യാണം കഴിക്കാൻ പറ്റുക, ആരോഗ്യമുള്ള മക്കളെ കിട്ടുക, അവർ കല്യാണം കഴിച്ച് നല്ലൊരു മരുമകൻ വരിക, അവരിലൂടെ അടുത്തൊരു തലമുറ ഉണ്ടാവുക. ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോലും ഓമി എന്ന് പറഞ്ഞ് ഒരു 8 മാസം ആവാൻ പോകുന്ന ഒരാൾ, അവൻ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചലനം കംപ്ലീറ്റ് നമ്മളെ മുഴുവൻ തകിടം മറിച്ചോളാം. കാരണം ഞാൻ സിന്ധുവിനത്തൊരു കാര്യം
ചായ ഇട്ടുക അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് തരുമോ, എന്താ നിങ്ങൾക്ക് കൈയും കാലും ഇല്ല, നിങ്ങൾക്ക് എടുത്തൂടെ എന്ന് ചോദിക്കും. പക്ഷേ ഇവൻ അവിടെ നിന്നുണ്ടെന്ന് ഒന്ന് കരഞ്ഞാൽ മതി, എന്താണോ വേണ്ടതെന്ന് പറഞ്ഞാൽ 6 പേര് 7 പേര് ഓടി വരുന്നു ഒരേ സമയം. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഒന്നും അറിയില്ല ജീവിതത്തിൽ. ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ പോകുന്നു നമ്മളെ വിട്ട്. ഇങ്ങനൊരു ഇതിനകത്ത് ഈ നിമിഷം നമുക്ക് സന്തോഷമുണ്ടോയെന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഹാപ്പി. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് താഴെ പോകുമ്പോഴത്തേക്ക് ഭാര്യ നിങ്ങൾക്ക് എന്താ കൈയും കാലില്ലെന്ന് വെച്ചാൽ ഇല്ലടാവേ, ഇനി അങ്ങനെ പറഞ്ഞു കൊടുക്കുക. കാരണം വെച്ചാൽ പഠിപ്പിക്കുകയാണ് ഓരോരുത്തരും വന്ന് നമ്മളെ. അത് എനിക്ക് ഒരേ സമയം കിട്ടുക എന്നുള്ളത്, ഒരേ സമയം 6-7 അച്ഛന്മാർ വരുന്നു, അമ്മമാർ വരുന്നു, ചെറിയമ്മമാർ വരുന്നു. അപ്പോൾ ഒരേ സമയം കിട്ടുന്നു. ഒരു വീഡിയോയിൽ തന്നെ മടിയിലിരിക്കുന്ന ഒരാളെ അത് ആലോട്ട് വരുന്നു എന്ന് പറയുന്ന രസകരമായിട്ടുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ചിരിക്കുമ്പോൾ സന്തോഷിക്കുന്നതോടെ ആയുസ് കൂടും എന്നുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊരു 250 വർഷം ജീവിക്കാനുള്ള സന്തോഷം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഇപ്പം അതിന് മുമ്പ് അശ്വിൻ വന്നു, ടോമി വന്നു. അപ്പോൾ ഓരോരുത്തരുടെയും എൻട്രി ഭയങ്കര ഭംഗിയാക്കി നിൽക്കുന്ന നിങ്ങളുടെ ആവാസ വ്യവസ്ഥയെ അതിലോട്ട് കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു സംഭവമുണ്ട്. അത് കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര കൗതുകമാണ്. അപ്പം ഇതെങ്ങനെ ഈ ചേർത്ത് നിർക്കലിൻ്റെ ഭംഗി ഉണ്ടാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ അച്യുതണ്ട് വീണ്ടും കടമെടുക്കുകയാണ്. അല്ല, ഇതിനകത്ത് ഏറ്റവും ഒരു ഇതെന്ന് വെച്ചാൽ എപ്പോഴും പറയും സ്നേഹം എന്നൊരു സാധനമുണ്ട്. നമ്മുടെ സ്നേഹം കൊടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ അത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പറയാത്ത 2 പേരെ കൂടി ഇതിനകത്ത് പറയാം. അശ്വിൻ്റെ അച്ഛനും അമ്മയുണ്ട്, ഗണേശും മീനയും. ഇപ്പം മീന അവിടെ നിന്ന് ഫുഡ് കൊടുത്തു വിടും ഈ പോർട്ടർ സംവിധാനത്തിൽ. ആർക്ക് ഇവൻ നേരെ കഴിച്ചു തുടങ്ങിയിട്ടില്ല പോലും. അവിടെ നിന്ന് തൈര് സാദം, അവരുടെ ബ്രാഹ്മൺ ഭക്ഷണം, സേവ, പിന്നെ വത്തക്കുഴമ്പെന്നൊക്കെ പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായി മീൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഒരു രക്ഷയില്ല. അത് ദൈവം അങ്ങനെ അവരുടെ കൈപ്പുണ്യം കൊടുത്തിരിക്കുക. അപ്പം ഞാൻ ഇവിടെ നിന്ന് പറയാറുണ്ട്, അവന് മാത്രമാക്കണ്ട, കുറച്ച് കൂടുതൽ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ മീനെടുത്ത് പറഞ്ഞു, അയ്യോ കൃഷ്ണകുമാർ അങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. ഞാൻ അതെന്ത് ചോദ്യമാണ്, 1-ാം തര സാധനം, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ആ സ്നേഹം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അടുത്ത ദിവസം നോക്കിയാൽ ഒരാഴ്ചയുള്ള ഭക്ഷണം കൊടുത്തു വിട്ടു. ഞങ്ങൾ 7 പേർക്ക് ഒരു ചോദ്യത്തിന് കുറവേണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് എപ്പോഴും നമ്മൾ പറ്റിയാൽ എതിരെ നിൽക്കുന്ന ഒരാളെ ഈ അനാവശ്യമായി കാര്യം നടത്താൻ പ്രൈസ് ചെയ്യുന്നില്ല. അവരുടെ നല്ല കാര്യത്തെ നല്ലതാണെന്ന് പറയണം. അത് മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ആരോടാണെങ്കിലും നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഉരുകിപ്പോവും, അലിഞ്ഞു പോവും. ശത്രുവിനോട് പോലും രോഹൻ നന്നായിരിക്കുന്നു, നിങ്ങൾ ശത്രുവല്ല കേട്ടോ, രോഹൻ നന്നായിരിക്കുന്നു, നല്ല ഡ്രസ്സ്, നല്ല ഷൂസ്, നല്ല നമ്മുടെ ഒരാളെ കാണുമ്പോൾ രാവിലെ വിഷ് ചെയ്യുക. നമ്മൾ എയർപോർട്ടിൽ പോകുന്നു, മാറ്റം പറഞ്ഞുതരാം, അവിടെ സെക്യൂരിറ്റി ആൾക്കാർ നിൽക്കുന്നു, ഗുഡ് മോർണിംഗ് സാർ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അതുവരെ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്നു. ഗുഡ് മോർണിംഗ്, വേറെ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നു, മറ്റേ ടക്കനെ ചോദിച്ചു തുടങ്ങും. അപ്പോൾ അവിടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ചലനം ഉണ്ടാക്കി. ഏറ്റവും ബെസ്റ്റ് എന്ത്, കൊടുക്കുക. സ്നേഹം വാരിക്കോരിയും കൊടുത്ത് ഒരു ചിലവുള്ള കാര്യമല്ല. നമ്മുടെ ഈഗോ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ശത്രുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കി ഉരുകിപ്പോയിടും. ഇതെല്ലാം അടിസ്ഥാനമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞിനോടാണെങ്കിലും പ്രായമായവരത്താണെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും സ്നേഹിച്ചു നോക്കിയേ ഒരു പരിധി കഴിയുമ്പോൾ അവർ വീട്ടിൽ ചെന്നിരുന്ന് നമ്മളൊന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്ത് പോയാൽ അവർ വീട്ടിൽ ചെന്നൊരു ഉരുകിപ്പോൾ അടുത്ത ദിവസം കാണും, പക്ഷെ പറഞ്ഞാൽ ഞാനൊരു വളരെ മോശം മൂഡിലാണ്, സോ സോറി, എന്നിട്ട് ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഒറ്റ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ള സംഭവം കൂടി. തെറ്റ് തിരുത്തല ബെസ്റ്റ് പരിപാടി. തെറ്റ് തിരുത്താൻ വെച്ചാൽ നമ്മൾക്ക് പറയാം, അയ്യോ സോറി കേട്ടോ, നമ്മൾ ബലം പിടിച്ചിട്ടുണ്ട്, നമുക്കേ അറിയാം നമ്മുടെ ന്യായമില്ലെന്ന്. അല്ല, ഇത് തെറ്റ് നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും തിരുത്താൻ ഒന്ന് ഈഗോന്റെ പ്രശ്നം വരും. രണ്ടാമത് നമ്മുടെ ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ഉറങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുറേ നല്ലതെന്ന് തോന്നും. അല്ലെ, നമ്മളത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും പോവുക. ഇത് സംഭവിക്കാത്തടത്താണ് ഈ പ്രശ്നം വരിക. വിട്ടുവീഴ്ച, ഫോർഗീവ്നെസ്. നമ്മളൊക്കെ പലപ്പോഴും കാറിൽ പോകുമ്പോഴത്തേക്ക് ഒരുത്തിനോട് തെറ്റിക്കാൻ ചാടി ഇറങ്ങി 2 പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് തോന്നി പലരെയും ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ചപ്പോൾ പോട്ടെ, ഞാൻ അങ്ങനെ സംഭവിച്ചു പോയി. എന്തൊരു റിലീഫാണ് നമുക്ക്. എന്നിട്ട് നമ്മുടെ ആ ദിവസം പോവും. നമ്മളിത് ആലോചിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് അവനെ കൈ കിട്ടിയിട്ട് വേണം നണ്ട് കൊടുക്കാൻ. അവനെ കിട്ടുന്നില്ല, കയ്യിൽ എൻ്റെ കൽക്കരി കത്തുന്ന കൽക്കരി എടുത്ത് വെക്കുന്നില്ല. ഇത് പുള്ളിക്കൊണ്ടിരിക്കും. അവനവിടെ ചില പേര് നടനടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, നമ്മൾ ഇവിടുന്ന് വെന്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതം പഠിപ്പിക്കുന്നത് പ്രയാസമാണ് എങ്കിലും അത് നമ്മളായിട്ട് ഫോഴ്സ് ചെയ്ത് നമ്മളോട് തന്നെ ഫോഴ്സ് ചെയ്ത് നമ്മൾ മാറ്റണം. വിട്ടുവീഴ്ച, സ്നേഹം, തെറ്റ് തിരുത്തൽ, അക്സെപ്റ്റ് ചെയ്യുക, ഒന്നും സംഭവിക്കില്ല. പുതിയൊരു പിറവി സംഭവിക്കുന്ന സമയത്ത് കുറേ അധികം ജനനങ്ങളും സംഭവിക്കും എന്നാണ് നമ്മൾ പറയും. കാരണം ഒരു കുഞ്ഞിൻ്റെ ഒരു പിറവി ഒരു കുടുംബത്തിൽ ചിലപ്പോൾ പുതിയൊരു അച്ഛനമ്മ ഉണ്ടാവും, അച്ഛനമ്മയായിരിക്കുന്നവരെ അച്ചാച്ചൻ അമ്മാമ്മയാവും, അല്ലേ? അപ്പോൾ പുതിയ പിറവികൾ കൂടി സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു പിറവി കുറേ പേരിലേക്ക് കൂടിയാണ്, അല്ലേ, ഓമിയുടെ പിറവ്. അപ്പം കുറേയും കൂടി മോർത്തുണ്ടാവും. ഒരു 10-30 വർഷത്തിൽ മുമ്പോട്ട് പോയിട്ടുണ്ടാവും ഒരു അഹാനയുടെ അല്ലെ ജന്മം മുതലോട്ട്. അപ്പം ഏറ്റവും ഓമിയുടെ വരവിലെ ഏറ്റവും കണക്ട് ചെയ്തിട്ടുള്ള ഒരു പിറവി അല്ലെങ്കിൽ ആ ഒരു സമയം ആരുടെ ആയിരിക്കും? ഓസിയുടെ തന്നെയായിരുന്നു, അത് മറ്റാരുടെയെങ്കിലും ആയിരുന്നോ? അല്ല,
അമ്മുവിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന മകൾ ഇത് കേട്ടോടനെ പിഷാനി പറയും എന്താ ആദ്യത്തെ മകൾക്ക് മാത്രമേ ഉള്ളൂ എത്രയായാലും ആദ്യം എന്ന് പറയുന്നൊരു ആദ്യത്തെ കൺമണി അല്ലേ, നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുപോലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യത്തെ കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ. ഓക്കെ. ഇനിയും കൊച്ചുമക്കളുണ്ടാവും ഇഷ്ടം പോലെ, പക്ഷേ ഇതൊരു ഭയങ്കര, കാരണം ഇവനാണ് നമ്മളെ ഈ പറഞ്ഞ പോലെ അപ്പൂപ്പനാക്കിയത്, അതെ, അമ്മൂമ്മയാക്കിയത്, അച്ഛനമ്മ. തുടക്കം ഓമിലൂടെയാണ്. ഇനി ഒന്നുകൂടി അപ്പൂപ്പനാവാൻ പറ്റില്ല. അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അതിന് വേറെ സ്ഥാനമാനങ്ങളില്ല. നമ്മള് സിനിമ എത്ര പ്രാവശ്യം കണ്ടാലും അല്ലെ എപ്പോഴും അങ്ങനെയാണ്. ആ പോസ്റ്റിൽ കൂടെ നിന്നുള്ള രീതിയിലേക്ക് കാണാൻ പറ്റും. കാരണം 30 വർഷം മുമ്പ് ഹാനയ്ക്കായി വാങ്ങിയ അല്ല ഒരു കുഞ്ഞുടുപ്പും അല്ലെ, അത് കൃത്യമായിട്ട് അതെ. അപ്പോ അതിൽ നിന്ന് തന്നെ അത് എത്രത്തോളം അത് വീണ്ടും ഒരു 30 വർഷം പുറകോട്ട് ടൈം ട്രാവൽ ചെയ്ത ഒരു ഫീലാണ് കറക്റ്റ് കിട്ടുന്ന സന്തോഷം ഭയങ്കരമായിട്ട്. ഇന്ന് ഓർമ്മയുണ്ട്, അവിടെ ആശുപത്രി പോയി നിൽക്കുന്നു, കുറെ കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ റൂമിൽ പോയി കിടക്കുന്നു, 10 മണിക്കൂറോടെ എടുത്തു നമ്മുടെ സിന്ധുവിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് പ്രസവിക്കാൻ. അപ്പൊ ഇങ്ങനെ അപ്പോഴാണ് സിസ്റ്റർ അവിടെ നിന്ന് വിളിക്കുന്നത്. അന്ന് ഈ മൊബൈലില്ല, അപ്പൊ നമ്മളവിടുന്ന് റൂമിലോട്ട് വിളിക്കുന്നു, ഓടി ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർ ഓഫ് സിന്ധു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. നമുക്കൊരു കൗതുകമാണ് എങ്ങനെ ഇരിക്കുന്നു. മറ്റേ മറിച്ച് ഞാൻ ഡോക്ടർ ചോദിച്ചു കയ്യും കാലൊക്കെ ഓക്കെ ആണ്, സിസ്റ്റർ ചോദിച്ചു. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്ന പണ്ടത്തെ രീതി എന്ന് വെച്ചാൽ ലേബർ റൂമിൻ്റെ അവിടെ ഇങ്ങനെ ഷട്ടർ തുറക്കും, ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ കുറേ മാതാപിതാക്കൾ ഇരിപ്പുണ്ട്, അപ്പൂപ്പനമ്മമാരൊക്കെ എല്ലാവരും വരും കാണാനായിട്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ അതിനെപ്പറ്റിയ ഡിസ്കഷൻ, നക്ഷത്രം എന്താണ്, എത്ര വെയിറ്റ്, അയ്യോ ഞാൻ ചോദിക്കാൻ പറ്റും, അത് ചോദിക്കണ്ടായിരുന്നു. സ്ഥിരം സിനിമകളിൽ നടക്കുന്ന സംഭവമാണ് നിന്നുള്ള രീതിയിലേക്ക് അകത്ത് ഭാര്യയുടെ പ്രസവവേദന, പുറത്ത് ലേബർ റൂമിന് നടക്കുന്ന അങ്ങനത്തെ രംഗമുണ്ടോ ശരിക്കും റിയൽ ലൈഫിൽ? സിനിമ ഒരാളുടെ അല്ലല്ലോ, പലരുടെയും കൂടി ചേർത്തൊരു ഐഡിയ ആണ്. പക്ഷെ അതിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടി ഉണ്ട്, ഉസ്താദ് ഹോട്ടലിൽ. കാരണം അതിൽ ആദ്യം പിറവി പെൺകുട്ടിയെ വന്നു, നാട്ടിലെത്തി, സിദ്ദീഖിന്റെ ക്യാരക്ടർ പുറത്തിറക്കുന്നുണ്ട്, രണ്ടാമത് അപ്പൊ ഏതാണ്ട് 4 അല്ലെ പിറവി വരാങ്ങനെ സംഭവിച്ചു. എപ്പോഴെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ ഈ ഉസ്താദ് ഹോട്ടൽ മൂവി? പറയാറുണ്ടോ? എപ്പോഴെങ്കിലും അല്ല. 4ാമത്തെ പ്രസവിക്കുമ്പോഴത്തേക്ക് ഈ രസമാണ് ആൾക്കാർ എണീറ്റ് വരുന്നത്. ഇനി പറഞ്ഞാൽ കേസാവൂന്നറിയില്ല. നമ്മളുടെ പൊതുവേ അതിപ്പോൾ മാറിത്തുള്ളൂ. കേരളത്തിൽ അത് കുറച്ച് കാണുമ്പോൾ മാറി. ആൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്കുള്ളൊരു ആഹ്ലാദം വേറെയും പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു ആഹ്ലാദത്തിനും ഡിഫറൻസ് ഉണ്ടായിരുന്നു. 4ാമത്തെ നമ്മുടെ പെൺകുട്ടി, അപ്പോൾ അന്ന് തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. 4ാമത്തെ ഇവിടെ വരുന്നതിൽ പലരും തോളൊക്കെ തിരക്ക് കൃഷ്ണമാരെ വിഷമിക്കൊന്നും വേണ്ട. ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. അതുവരെ ഇല്ലാത്ത എനിക്ക് വിഷമമില്ലായിരുന്നു. പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ തോന്നൽ, എൻ്റെ മുഖത്തൊരു വിഷമം വല്ല ഉണ്ടോ, ഒരു അതായത് നമ്മള് പറയില്ലേ നമുക്കൊരു കുഴപ്പമില്ല, നീ ഒന്ന് പോയണോ. അതുകൊണ്ട് ഇതൊരു ഇതാണ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് എനിക്കറിയില്ല. ഞാൻ ഈ തവണത്തേക്ക് ആശുപത്രിയിൽ വേറെ രീതിയായിരുന്നു, കാരണം പ്രസവത്തിന്റെ രീതിയെ മാറിപ്പോയി. ഒരു പേഴ്സണൽ സംഭവമായി ഒരു മുറിക്കകത്ത് നടക്കുന്നു, നമ്മൾ നിൽക്കുന്നു. എനിക്കൊന്ന് പഴയതുപോലെ ആയാൽ കൊള്ളാമെന്നുണ്ട്. ആൾക്കാരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര രസമാണ്. ആരുടെയോ കുട്ടി പ്രസവിച്ചു വരുന്നു, എല്ലാവരും കൂടി എണീറ്റ് വരും കാണാൻ. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഈ സിനിമയിൽ ഈ കാരവൻ വന്നപ്പോൾ മാറിപ്പോയിന്നില്ല സിനിമ. ഇതുപോലെ പ്രസവം ഇപ്പൊ മുറികളിലോട്ട് മാറി കംപ്ലീറ്റ്. ഈ ഒരു ഫീലേ ഇല്ല. പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് വിലയിരുത്തലുണ്ട്, ഇത് നിന്നെ പോലെ തന്നെ ഇത് അമ്മനെ മുറിച്ച് വെച്ച പോലെ തന്നെ. ഇത് സ്ഥിരം പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും ആരുടെ പിറവിയില ഇത് കൃഷ്ണകുമാർ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിറവി ആരുടെയിലായിരുന്നു? ഞങ്ങളുടെ ഈ 4 പിള്ളേരും പ്രസവിക്കുമ്പോൾ ഞാൻ സിന്ധു കൂടി പോവും, പ്രസവിക്കും, വരും. ഭയങ്കര സിമ്പിൾ പ്രോസസ് ആയിട്ട്. ഞാൻ ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ പൈസ വേണമല്ലോ. അച്ഛൻ്റെ അനിയത്തി ഡോക്ടർ ആയിരുന്നത് കൊണ്ട് ഡോക്ടർ ഫീസ് ഇല്ല, ആശുപത്രി മാത്രം കൊടുത്താൽ മതി. അതും ഡോക്ടർ പറഞ്ഞ് കുറച്ചൊക്കെ തരും. അത് കുറച്ചൊരു പിള്ളേരെ ഉണ്ടാക്കി വിട്ടേനെ, അത് വേറെ വിഷയം. അതറിയാൻ അന്ന് ഇത്ര സിനിമയിലെ പ്രൊഡ്യൂസർമാരൊക്കെ നമ്മളെ ചതിച്ചത്. കാരണം ഒരു 5-6 പടം കൂടിയൊക്കെ മാസം തന്നിരുന്നെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് പോയി. അന്ന് പടമില്ല, റിസപ്ഷനാണ് ജീവിതത്തിൽ. അതുകൊണ്ട് പ്രൊഡക്ഷൻ കുറഞ്ഞാണ്. പ്രൊഡക്ഷൻ അവിടെ കുറച്ച് പിഴി കുറച്ചു. അതെ അതെ, എന്നിട്ട് 4 വരെയായി. ആൾക്കാർ പറഞ്ഞു ഇവനൊക്കെ കുറച്ചൊരു പടം കൂടി കൊടുത്തിരുന്നു. അപ്പൊ എന്താ ചോദിച്ച ചോദ്യം കിട്ടും. അല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് ആരുടെ പിറവിലായിരുന്നു കുറെ കൂടി ഈ പറയുന്ന യൂഷ്വൽ ഡയലോഗ് ഉണ്ടാവില്ലോ ഒരു പക്ഷേ. അല്ല, അതുകൊണ്ട് എന്ത് വെച്ചാൽ ആർക്കും അങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ സിദ്ധുവിന്റെ അച്ഛനമ്മയും വരുമായിരുന്നു. എൻ്റെ അച്ഛനമ്മയും പ്രായമായിട്ട് വീട്ടിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോഴും പറയും ജനിക്കുന്ന കുഞ്ഞുങ്ങളെ. അപ്പം ഞാൻ ആശുപത്രി നിൽക്കുമ്പോൾ അന്ന് ആനാടിയിൽ നിന്ന് പറഞ്ഞൊരു ആശുപത്രി, ചെറിയ ആശുപത്രി, പക്ഷേ ഈ സീരിയൽ വരുന്നുണ്ട് എല്ലാവരും റൂമിലോട്ട് വിളിക്കും. എനിക്കാണ് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞുങ്ങളെ പോയി കാണാൻ. ഈ ന്യൂ ബോണിനെ പോയി നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് യോജിക്കുന്നറിയാം. എനിക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ഉറ്റുപോലെ. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പ് മാറുന്നതും കളറും മാറുന്നതും. കാരണം ഇതാ ഒരു വെള്ളത്തിനകത്ത് കിടന്ന ആളല്ലേ ഈ വെളി വരുന്നില്ല. പക്ഷെ അസാമാന്യ ഒരു ഭംഗിയും
ഒരു രസമാണ്. ഈ കുട്ടികളുടെ ആക്ഷൻ മുഴുവൻ ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ മിക്കവരും കണ്ണു ഉറക്കത്തില്ല, അടച്ചാണ് കിടക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഇതിൽ റീലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടുതൽ പറയാറുണ്ട്. ഇപ്പോൾ OC ആയിട്ട് ചെയ്യുന്ന സമയത്ത് OC കറക്റ്റ് അച്ഛനെ പോലെ, ബാക്കി 3 പേര് അമ്മയുടെ പോലെ എന്നുള്ളത് പറയുന്നത് ഭയങ്കരമായിട്ട് ഇത് കാണാം. ഞാൻ ഒരുപോലെ അല്ല അല്ലേ? ഞങ്ങളുടെ ആക്ഷൻസ് ആണ് ഒരുപോലെ. ഞാൻ ഇഷാനിയാണ് ശരിക്കും പറഞ്ഞ. എന്നാൽ ഇഷാനിയുടെ പഴയ ഫോട്ടോ അല്ല, സിന്ധുവിന്റെ പഴയ ഫോട്ടോ നോക്കിയാൽ ഡിറ്റോ കറക്റ്റ്. അതെ ശരി. കാരണം ഞാനും സിന്ധു കൂടെ കറങ്ങി നടന്നിരുന്ന കാലത്ത് കറങ്ങി നടക്കുന്നേക്കാളും മുമ്പ് ഒരു വായി നോക്കാൻ വരവുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടായിരുന്നു. അറിയാതെ ഒരു വായനോട്ടം സംഭവം അറിഞ്ഞിരുന്നേ ഇല്ല അന്ന് സമയത്ത്. ഒന്നാമത്തെ കാര്യം, ഈ നമ്മളൊരാളെ പ്രേമിക്കുകയും മറ്റേതൊക്കെ വേണമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് നമ്മുടെ അകത്ത് വേണം. അതിന് നമുക്കൊരു സ്ഥിരമായ ജോലി, കുറച്ച് സാമ്പത്തികം, ഇതൊക്കെ ഉണ്ട്. ഇത് രണ്ടും എൻ്റെ ഇല്ലാത്ത കാലത്ത് നമ്മളിൽ ആകെയുള്ളത് ഇത്ര സൗന്ദര്യമാണ് അല്ലേ? അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വാരിക്കോരി തരുകയും ചെയ്ത് അത് നമുക്ക് ഉള്ളത് വെച്ചാൽ. അന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ കയ്യിൽ എനിക്ക് പണം വേണം എപ്പോഴും. അത് ഭയങ്കര സ്ട്രെങ്ത് തരും എനിക്ക്, സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റി, നമുക്ക് പലതും ചെയ്യാനുള്ളത്. അന്നത് ഭയങ്കര ഞെരുക്കത്തിലൂടെ പോകുന്നൊരു കാലം. പിന്നെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ നടന്നതുകൊണ്ടൊരു സമാധാനക്കുറവ്, ഇതെല്ലാത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു പ്രഷർ കുക്കറിനകത്തായിരുന്നു ആ കാലഘട്ടം. അതുകൊണ്ട് നമുക്കിഷ്ടമാണ്, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടി വരുമ്പോൾ നമ്മൾ നോക്കും, അതിൽ തെറ്റില്ല. പക്ഷെ ഒന്നിലോട്ടും ശ്രദ്ധ പോകുന്നില്ല. പക്ഷെ ഒരുപാട് പേര് വന്ന് നോക്കിയിട്ടും ഒരാളിലോട്ട് മാത്രം ശ്രദ്ധ പോയത് എന്തുകൊണ്ടായിരുന്നു? ആ വായ നോക്കാൻ വന്ന കൂട്ടത്തിൽ അല്ലേ ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പ്രിയമതിയായിട്ടിരിക്കുന്ന വ്യക്തി മാത്രമല്ല, എന്നിട്ട് എങ്ങനെ ഒരാളിലോട്ട് മാത്രം പോയത്? അതെങ്ങനെ വന്നു പോയതാണോ, സംഭവിച്ചതാണോ? എല്ലാ മനുഷ്യർക്കും 5-6 അബദ്ധം പറ്റും. അതിലൊരു അബദ്ധം ആദ്യത്തെ അല്ലേ? ഇത് പിന്നെ നമ്മളിങ്ങനെ കുറേ കാലം ജീവിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, ഇവരാണ്, ഈ സിന്ധുവാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടിരുന്നത്. കാരണം ഈ 4 പേർക്ക് വരാനും ഇതെല്ലാം കാരണമാവും. നമുക്കറിഞ്ഞൂടാ, ഓരോ ഇതിനും ഒരു റീസൺ ഉണ്ടാവും. പിന്നെ ഈ മക്കള് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കുമ്പിടി സ്ക്വയർ അല്ലേ, ഡബിൾ കുമ്പിടി കളിക്കാൻ പറ്റണേ അല്ലേ, 4ഇടത്തായും. അതൊന്ന് സ്ത്രീകൾക്ക് തന്നെ പൊതുവെ ഒരു കഴിവുണ്ട്, ഈ മൾട്ടി ടാസ്കിങ്ങിന് ഭയങ്കരമായിട്ട് അവർ ഭയങ്കര ഉസ്താദുക്കളാണ്. നമുക്കെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സിനിമ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ വരുന്നുണ്ട്, തട്ടിയും തറവിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി എനിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഹീറോ ആയിരിക്കണം. ഹീറോ ആണെങ്കിൽ ഇൻഡസ്ട്രി വെയിറ്റ് ചെയ്യും, നമ്മൾ ക്യാരക്ടർ റോൾ ചെയ്യുന്ന, നമുക്ക് പകരം ചെയ്യാൻ ആളുണ്ട്. അവിടെയും പ്രശ്നവും ഇവിടെയും പ്രശ്നവും വഴി മാറുന്നു. ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കത് അസാമാന്യൊരു കഴിവാണ് ഈ മൾട്ടി ടാസ്കിങ്. നമുക്കത് പറ്റില്ല, അറിയാഞ്ഞിട്ടല്ല, പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു കാര്യം ചെയ്താൽ അതിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അന്ന് ഇങ്ങനെ ഇവർ വരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ എപ്പോഴോ വീണ്ടും നമ്മൾ കണ്ടു, സംസാരിക്കാൻ ഇട വന്നു. പിന്നെ അതങ്ങ് ഈ കറങ്ങി നടന്നു പറയുക വെച്ചാൽ ആ കാലത്ത് എൻ്റെ കുടുംബത്തിൽ ആരുടെയൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ പലരും വിചാരിച്ചിരുന്നു എൻ്റെ സിസ്റ്ററാണ് കൂടെ പോകുന്നത്. ഞങ്ങൾ തമ്മിൽ വളരെയധികം സാമ്യം ഉണ്ടായിരുന്നു പറയുന്നത്. അതുകൊണ്ട് ഈ മക്കളിലൊക്കെ സ്വാഭാവികമായിട്ടും മാറി മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ 4 പേര് കാണാം, ശരിക്കും കാണാം. അതുപോലെ ഇപ്പോൾ ഓമി തന്നെ ആക്ച്വലി എൻ്റെ കാഴ്ചപ്പാടിൽ അശ്വിനാണ്. ആക്ച്വലി എനിക്ക് ഡിറ്റോ അശ്വിനാണ്. പിന്നെ OCയുടെ ഒരു കളർ അങ്ങനെ വരുന്നുണ്ട്. അവൻ ലോക റെക്കോർഡിന് ഉടമയാവും. കാരണം എത്രയോ OC പണ്ട് എപ്പോഴും ഫോട്ടോ ഇരിക്കുക, ഇവനും നമുക്ക് 5 മിനിറ്റ് വാ തുറന്നു വെച്ചിരിക്കാൻ പറ്റും. ഇവ 24 മണിക്കും വാ തുറന്നിരിക്കും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇന്നും രാവിലെ സിന്ധു പറയും വാ അടയ്ക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങനെ കുറേ OCയുടെ മാനറിസും ഒക്കെ വരുന്നതല്ലാതെ എനിക്കെന്തോ അശ്വിൻ നേരത്തെ പറഞ്ഞു ഒരു പൈസയുടെ ഒരു പരിമിതി വരുന്ന, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ട് വരുന്ന ചില സമയങ്ങളിൽ. മുമ്പ് തന്നെ അഹാന പങ്കുവച്ചൊരു വീഡിയോയിൽ, അത് താങ്കളുടെ വ്ളോഗിൽ വന്നൊരു സംഭവമായിരുന്നു. ഒരു ഐയുടെ ഇതിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അത്ര വരുമാനം, അത്രയൊരു എമൗണ്ട് ചിലവാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന സമയം കൂടിയുണ്ട്. 1 ലക്ഷം രൂപ എന്തോ ആയിരുന്നു പ്രശ്നമുള്ള സമയം കൂടിയായിരുന്നു. അപ്പം അന്ന് തയ്യാറാവുന്നൊരിത് കൂടിയുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കിത് ദാനം ചെയ്യാൻ പറ്റുമായിരുന്നു, കണ്ണ് ചെയ്യാൻ തയ്യാറ്. കാരണം അതുവരെ കണ്ടൊരു അച്ഛനിൽ എന്തിനും തയ്യാറായിട്ട് ഒന്നൊരു പ്രശ്നമില്ല എന്ന് എന്തിനും തൻ്റെ അടുത്തോടെ മുമ്പിൽ നയിക്കുന്ന ഒരാൾ തളർന്നു പോകുന്നൊരു സമയം ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ് അഹാന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം ഈ സമയങ്ങളിലൂടെ കടന്നുപോയി പിന്നെ തിരിച്ച് വന്ന് നമുക്കിത് എന്തും സ്വന്തമാക്കാൻ പറ്റുന്നൊരു സ്റ്റേജിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നൊരു ദിവസങ്ങൾ എന്തായിരിക്കും ശരിക്കും പുറകോട്ട് പോകുമ്പോൾ? ഒന്ന്, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്തിയ കുറേ സുഹൃത്തുക്കളുണ്ട്. അതിൽ സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അവരെയൊക്കെ നമ്മളെപ്പോഴും നമ്മൾ നല്ലത് ഓർക്കുമ്പോൾ അവരെ കൂടി ഓർക്കും. കാരണം അവർക്ക് വീണ്ടും നന്മ വരണം. കാരണം കൂടുതൽ ആൾക്കാരെ അവർ സഹായിക്കണം. 2, എപ്പോഴും അവരെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നമുക്ക് നല്ലതിലൂടെ പോകുമ്പോൾ നമ്മളും സഹായിച്ചേക്ക്.
അത് എന്ത് രീതിയിലാണെങ്കിലും പറ്റുന്നു. നമുക്ക് എല്ലാവരും സഹായിക്കാൻ നമ്മുടെ ദൈവമല്ല, എങ്കിലും നമുക്ക് തോന്നും ചിലരെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തവരായിരിക്കും, പക്ഷെ ചിലരെ സഹായിക്കാൻ തോന്നിപ്പിക്കും നമ്മളെ. അങ്ങനെ സഹായിച്ചൊരു വീഡിയോ നമ്മൾ കണ്ടു, ശ്രുതിക്ക് വീഡിയോ വെച്ച് കൊടുത്തത് അല്ലേ? കാൻഡിഡേറ്റ് കൂടിയായിരുന്നു. അത്രയും ചോർന്ന് വിളിക്കുന്ന ഒരു വീട്, അവസ്ഥ ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം വീട് വയ്ക്കാൻ തയ്യാറാവുന്നു, ഒരുമിച്ച് നിൽക്കുന്നു, അപ്പോൾ അത് പങ്കുവെക്കുന്നു എന്നുള്ള സംഭവം. അപ്പം നമുക്ക് എല്ലാറ്റിനേക്കാളും നേടുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നം വീടായിരിക്കും. ആ വീട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ലോൺ എടുക്കുന്നതും അല്ലേ, രാപ്പകലെന്ന് അധ്വാനിക്കുന്നതൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ചിന്തയിലോട്ട് പോകാൻ എങ്ങനെയാണ്? ഇപ്പോൾ ഒരാളെ സഹായിക്കണം, അതൊരു വീട് വെക്കലിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എങ്ങനെ? ഈ ഘട്ടത്തിലൂടെ കടന്നുപോയി എന്നുള്ളതുകൊണ്ടാണോ കുറേ കൂടി ഒരു സഹജീവി സ്നേഹമാണോ? എന്താ കുറേ കൂടി ശരി? സഹജീവ സ്നേഹം എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു, നമ്മൾ ധാരാളം വേദന എടുത്തും അനുഭവിച്ചും വന്നതുകൊണ്ട് മറ്റൊരാളുടെ പെയിൻ നമുക്ക് റിലേറ്റ് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന അവിടുത്തെ കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി ഇങ്ങനെ, അന്നാണ് ഈ ഒട്ടുക്കത്തെ മഴയും പെയ്തുകൊണ്ടിരിക്കും, ഇത് വീടെന്ന് പറയാൻ പറ്റില്ല, നമ്മളിരിക്കുന്ന ഈ റൂമിൻ്റെ അത്രയും ഇല്ല, അത്ര സൗകര്യമില്ല. അപ്പോൾ അന്നേരം തോന്നുന്നു, അന്നേരം ഇലക്ഷൻ്റെയൊക്കെ പല നിയന്ത്രണങ്ങളുണ്ട്, നമ്മൾ പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറഞ്ഞു തിരിച്ചു വരും. പിന്നെ അതൊക്കെ നടക്കുന്നതാണ്, ഇത് നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല. ആക്ച്വലി ഇത് വലിയ കാര്യമോ ഒന്നുമല്ല, ഇത് അവരുടെ തലയിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ ചിലപ്പോൾ ഒരു പ്രാർത്ഥനയുടെ എഫക്റ്റോ വല്ലതും നമ്മളതൊരു നിമിത്തമായി മാറും. അത്രേ ഉള്ളൂ. അപ്പോഴത്തെ എന്ത് വെച്ചാൽ ഈ പണം ഇങ്ങനെ വരും, ദൈവം തരുമ്പോഴത്തേക്ക് ദൈവം തന്നെ ചിലയിടത്ത് പാർക്ക് ചെയ്യുമ്പോൾ പറയും, അത് നിൻ്റെ അല്ല, ഇന്ന സ്ഥലങ്ങളിൽ എത്തിക്കാൻ നിന്നിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം എന്നൊരു തോന്നൽ. ഇതൊക്കെ പലരും പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചൊന്നുമില്ല, പലരും പറയുമ്പോൾ നമ്മുടെ മനസ്സ് സ്ട്രൈക്ക് ചെയ്ത് ശരിയാണ്. ഈ പൈസ വരുമ്പോൾ ചിലപ്പോൾ നമ്മളിലോട്ട് തന്നിരിക്കുന്നത് അവിടെ കൊടുക്കാനാണെങ്കിലോ. അപ്പോൾ ആദ്യം ഞാൻ പിള്ളേരത്തെ ചോദിക്കുന്നത്, പിള്ളേർക്ക് പൊറുതി മുട്ടിയിട്ട് എന്നെ കൊണ്ട് പലപ്പോഴും, കാരണം ഞാൻ വന്ന് അങ്ങനെ പൈസ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഒരിടത്തുനിന്നൊരു എതിർപ്പ് വന്നില്ല. പിന്നെ ഞാൻ എനിക്ക് കൈ നീട്ടാൻ ഒരു മടിയുമില്ല ഇപ്പോൾ വന്ന് കാരണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് കൈ നീട്ടാറില്ല. പണമുള്ള സുഹൃത്തുക്കൾ ചുറ്റുണ്ട്, സംഘടനകളുണ്ട്. ഞാൻ ആലോചിക്കടാ, നമ്മളിപ്പോൾ കൈ നീട്ടിയാൽ നമുക്കൊരു റെപ്യൂട്ടേഷൻ ദൈവം തന്നു, അല്ലെങ്കിൽ ഗുഡ് വില്ല് തന്നു. 5 പൈസ കയ്യിൽ തന്നാൽ അഴിമതി കാണിക്കില്ല, ഇയാളുടെ വീട്ടിൽ പോകില്ല, പിള്ളേർക്കാണ് ആവശ്യമില്ല തൽക്കാലം. അപ്പോൾ എനിക്കിന്ന് കൈ നീട്ടാൻ ഒരു മടിയുമില്ല. ഞാൻ ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, തരാമോ? ഞാൻ അപ്പോഴൊരു സംഘടന ചോദിച്ചു, അവരും പറഞ്ഞു തരാം, അവരും തന്നു. അപ്പം ഞാൻ ആലോചിച്ചത്, കൈ നീട്ടതിൽ എന്താ തെറ്റ്? അല്ലെ നമ്മൾ നമ്മുടെ ആവശ്യം കൂടിയല്ല, നമ്മുടെ ആവശ്യം നമ്മൾ ദൈവാധീനം കൊണ്ട് ഒരു ഇന്നത്തെ ദിവസം ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും കൈ നീട്ടാം, കുഴപ്പമില്ല. ചിലപ്പോൾ ചിലർ പറയും കൃഷ്ണകുമാർ കാശി ചോദിച്ചിരുന്നു, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലപ്പോൾ ചോദിച്ച് പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. എൻ്റെ മനസ്സ് ക്ലീനാണ്, എനിക്ക് യാതൊരു കുറ്റബോധമില്ല. ഇപ്പം കിടന്ന് ഇപ്പോൾ ഉറവും, ഒരു ടെൻഷനും ഇല്ല അതിൻ്റെ പേരിൽ. അതുകൊണ്ട് ഇങ്ങനെ ചിലർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്നാളത്ത് ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ പറഞ്ഞു, നേരത്തെ എനിക്ക് അധികാരത്തിനോട് വലിയ താല്പര്യമില്ലായിരുന്നു, മത്സരിക്കാൻ താല്പര്യം. ഇപ്പം നേരെ തിരിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അധികാര സ്ഥാനങ്ങളിൽ എത്തണം, പദവികൾ എനിക്ക് വേണം. കാരണം പദവികളോട് വന്നാൽ ആൾക്കാരിൽ വിശ്വാസ്യത കൂടും. ആ വിശ്വാസ്യത ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പലരോടും ചോദിക്കാം. നമ്മൾ കാണുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ദീർഘവീക്ഷണത്തിൽ ഭയങ്കരമായിട്ട് പ്രാവർത്തികമാക്കാനും പറ്റും. 100% നമുക്ക് അധികാരം വരുമ്പോൾ ചെയ്യിപ്പിക്കാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും, പണം വരും. അപ്പം നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതിന് അധികാരം വേണം. ഈ എപ്പോഴും ഈ കുട്ടിത്തം ഭയങ്കരമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന വാക്കുകളിൽ വ്യക്തമാണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആ പോസ്റ്റ് കണ്ടത്. അപ്പം എപ്പോഴും അത് അഹാന ഇട്ടൊരു ഉടുപ്പ്, അത് പിന്നെയും അത് ഓമിലോട് ഇട്ട് കാണുന്നു പറയുന്നത്. അപ്പം ഇത്ര സന്തോഷങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? അത് ഈ ശരിക്കും ആരാണ് ശരിക്കും അത് എടുത്തു വെച്ചതാരാ, സൂക്ഷിച്ച് വെച്ചതാര് ആണ്? അയ്യോ, അവർക്ക് ഇങ്ങനത്തെ ഒരു ഭ്രാന്തുണ്ട്. ഇവിടെ കുറെ ഡ്രസ്സുകൾ പണ്ട് സിനിമയിൽ വരെ അല്ലെ ഊർശിച്ച് പറഞ്ഞ പോലെ ആദ്യം വെച്ച ഫ്രഷ്, ആദ്യത്തെ കൺമണിയുടെ വേണതൊക്കെ കാണും. കാരണം വെച്ചാൽ അത് സിന്ധുവിന്റെ ഒരു പ്രത്യേകതയാണ്, എടുത്തു വെക്കും. എനിക്കിത് തീർത്തും ഇല്ലാത്തൊരാളാണ്. ഞാനാണ് എപ്പോഴും എനിക്ക് അലമാര കാലിയാക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ വിശ്വാസമേ ഞാനും സിന്ധു ആക്ച്വലി തെക്ക് വടക്കാം. ഞങ്ങൾ ഒരു കാര്യത്തിൽ യോജിപ്പുള്ളവരില്ല. കുറച്ച് കാര്യങ്ങൾ, അതായത് 100 എടുത്താൽ 5 കാര്യങ്ങൾ ഞങ്ങൾ യോജിപ്പുള്ളൂ, 95 വിയോജിപ്പാണ്. ഈ വ്ളോഗിലൊക്കെ വെറും ഷോയാണ്. ആൾക്കാരൊന്നും പറയും കൃഷ്ണകുമാറും നിങ്ങളൊരു മോഡൽ കപ്പിളാണ്, തേങ്ങയാണ് തൊട്ടും മടി കഴിഞ്ഞിട്ട് ഇത് കട്ടി തന്നെ ഒരടി നടക്കും. അതായത് ഈ ആക്ഷനും കട്ടിനും ഇടയ്ക്കാണ് നടക്കുന്നത്. ഇതും കണ്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പൊ ഞാൻ ഈശ്വര, ഇവിടെ എങ്ങനെ ഒരു ഹിഡൻ ക്യാമറ വെച്ചിരുന്നാലുണ്ടല്ലോ, തീർന്നു. അത് വലിയ വ്യൂസ് പോകും. അത് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് കയറി പോകുന്നത് കേട്ടോ. കാരണം അറിയോ, എതിരുകൾ വേണം, എതിര് അഭിപ്രായങ്ങൾ വേണം. അഭിപ്രായം ആൾക്കാർക്കില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവണം. അത് പ്രകടിപ്പിക്കുകയും വേണം. ചിലപ്പോൾ നമുക്കത് വളരെ ഒഫൻഡിങ് ആയിട്ട് തോന്നും, പെയിനായിട്ട് തോന്നും. പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കടാ, മക്കൾക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ, ഒരു നിലപാടുണ്ടല്ലോ,
എന്ന് തോന്നുന്നു. ആദ്യത്തെ കൺമണി വന്ന എങ്ങനെയായിരുന്നു അഹാന വന്ന പോലെ തന്നെ നോമി വന്നിരുന്നു പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു സമയമുണ്ട്, മക്കളിൽ ആദ്യത്തെ വിവാഹം എന്നുള്ളത് അത് ഭയങ്കര ഒരു സ്വപ്നം, ഭയങ്കര ഒരു ആഗ്രഹം അല്ലെ സഫലീകരനായിട്ട് കണ്ടൊരു സമയമുണ്ട്. അപ്പം അവിടെയാണ് ഒരു പക്ഷെ ആദ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് അഹാനയിലൂടെ തന്നെ സംഭവിക്കുന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ അത് ഓസിലൂടെ സംഭവിക്കുന്നു. അപ്പം അശ്വിൻ എന്നൊരു വ്യക്തി കൂടെ ഫാമിലിയോട്ട് വരുന്നു. അപ്പം ഇങ്ങനൊരാളെ ആണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു ഒരു ഫീലിംഗ്? കാരണം ആദ്യ വിവാഹം സംഭവിക്കാൻ പോവാണ്. എനിക്കിതൊന്നും കൃത്യമായൊരു ഉത്തരവില്ലാത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എൻ്റെ അച്ഛനായിരുന്നു അച്ഛൻ്റെ വീട്ടിൽ ഏറ്റവും മൂത്ത ആൾ. ഓക്കെ. പക്ഷേ ഏറ്റവും അവസാനം കല്യാണം കഴിച്ച എൻ്റെ അച്ഛനാണ്. ഓക്കെ. ഞാനും എൻ്റെ ചേട്ടനും. ചേട്ടന് 36ാമത്തെ വയസ്സിലെ പുള്ളി കല്യാണം കഴിക്കുന്നത്. ഞാൻ അതിന് 10 വർഷം മുമ്പേ കല്യാണം കഴിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാം അതല്ല ഇതിപ്പോ ഇതിലും ഉസ്താദ് ഹോട്ടലാണ് പറഞ്ഞ പോലെ ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ. കൃത്യമായിട്ട് ഇവിടെ ദാണ്ട് മൂത്ത ആളിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു നാച്ചുറൽ നോർമൽ സംഭവമായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. കാരണം ആർക്ക് കല്യാണം കഴിക്കണം തോന്നുന്നു അവർക്ക് കഴിക്കാം, ആരെ വേണോ കഴിക്കാം, അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്നത്തെ കാലമാണ്, ഇവിടെ വേറെ ആരോഗ്യ ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇന്ന ആളെ കല്യാണം കഴിക്കണം എന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ കഴിച്ചു. അച്ഛൻ എനിക്ക് ചെറിയ കല്യാണം മതി, 100 പേരെ വിളിക്കുന്നുള്ളൂ, അപ്പോൾ അച്ഛൻ 5 പേരെ വിളിച്ചാൽ മതി. ഞാൻ ആയിക്കോട്ടെ. പിന്നെ എന്നെ ഏറ്റവും 100 പേരുള്ള ഓരോരുത്തർക്ക് വീതിച്ച് നൽകി അല്ലേ, എനിക്ക് 5 പേരെ പറ്റുന്നു. അപ്പം ഞാൻ പറഞ്ഞു ശരി. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചല്ല, അച്ഛനും അമ്മയും ഒന്നും ചിലവാക്കണ്ട, ഞങ്ങളെ ചിലവാക്കിക്കോളാം. ഇത് ആദ്യം പറയേണ്ടതല്ലേ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അപ്പം മറ്റുള്ളവരിക്കാൻ ഞാൻ പിന്നെ മറ്റേ ഒന്ന് ഹൈലൈറ്റ്, ഞാൻ കേട്ടല്ലോ ഇങ്ങനെ വേണം നിങ്ങളും ചെയ്യാൻ. മറ്റൊന്നും നിങ്ങൾ കേട്ടില്ല, കുഴപ്പമില്ല, അവസാനത്തെ പോയിന്റ് നിങ്ങൾ കേട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയിപ്പിക്കാം. കാരണം ഇത്രയും സുഖകരമായൊരു കാര്യമില്ല. കാരണം കല്യാണം നടക്കണം, പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അറിയിച്ചാൽ പോരെ. അതെ അതെ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ വലിയ പരാതി വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോൾ 5 പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ, ഭാര്യ, മകള് 3, പിന്നെ 2 സുഹൃത്തുക്കളെ വിളിച്ചും അത് തീരും. സിനിമയുണ്ട്, രാഷ്ട്രീയമുണ്ട്, അല്ലാത്ത ബന്ധുക്കളുണ്ട്. അല്ല, ഈ ആൾക്കാരെ വിളിച്ച് കുറച്ച് കഴിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക ഈ അച്ഛന്മാർക്കായിരിക്കും. കാരണം ആദ്യത്തെ വിവാഹം നടക്കാൻ പോകുന്നു, നമ്മൾ ഇത്രയും വർഷം കൊണ്ട് കൂടിയ കല്യാണങ്ങളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട് അല്ലേ. ഇവർക്കൊക്കെ വിളിക്കാൻ ചിലപ്പോൾ 2ാമത്തെ 3ാമത്തെ കല്യാണം വരുമ്പോൾ ഈ ലിസ്റ്റ് ചുരുക്കിയേക്കാം. ആദ്യത്തെ കല്യാണം വരുമ്പോഴാണ് ഈ അച്ഛന്മാർക്ക് പ്രധാന പ്രശ്നം വരിക, ഞാൻ ഇവരൊക്കെ വിളിക്കണ്ടേ, ഇവരുടെ കല്യാണം കൂടിയതല്ല, അവരോട് എന്ത് ഞാൻ പറയുന്ന ഒരു സംഭവം. അങ്ങനത്തെ ഒരു ആകുലത ഉത്കണ്ഠ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഇവരോട് ഇവരെങ്ങനെ ഉത്കണ്ഠ തീർച്ചയായിട്ടും വരും. കാരണം സ്വാഭാവികം ഞാൻ എല്ലാവരുമായിട്ടും സ്നേഹത്തിൽ പോകുന്നതാണ്. 3 മേഖല കിടക്കുന്നുണ്ട്. എൻ്റെ ബന്ധുബലം തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ വലിയൊരു കുടുംബത്തിൽ നിന്നാണ്, രാഷ്ട്രീയം, സിനിമ. പക്ഷെ അവിടെ നമ്മളെ സഹായിച്ചത് കോവിഡായിരുന്നു. കോവിഡ് കാലത്ത് 25 പേരെ വിളിക്കാവുന്ന സർക്കാർ നിയന്ത്രണം. പക്ഷേ ഈ 25-ൽ പെടാതിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്നെ വിളിക്കല്ലേന്നായിരുന്നു പ്രാർത്ഥന. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ക്ഷമാറേ നമ്മളോടൊക്കെ ഒരു വാക്ക് പറയാമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ സുഹൃത്തെ, ഇതാണ് കോവിഡ് കാലത്ത് വിളിച്ചവരൊക്കെ പറഞ്ഞ് വിളിക്കല്ലേന്നായിരുന്നു. അപ്പം അതിന് നമ്മൾ പഠിച്ചു ചെറിയ കല്യാണം നടത്തുക. മാത്രമല്ല നമ്മുടെ ഓഫീസിൽ ഈ രാഷ്ട്രീയപരമായിട്ട് പലരും സാമ്പത്തികം ചോദിച്ചു വരും. അപ്പോൾ അതിനകത്ത് ഒരു 100 പേര് വരുമ്പോൾ 1-2 പേര് മക്കളുടെ കല്യാണം നടത്തി കടം കയറിയവരാണ്. അതെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ പോയത്? അത് ഞങ്ങൾ അവിടെ അറിയപ്പെടുന്നൊരു കുടുംബമാണ്. ഞാൻ പറഞ്ഞ സുഹൃത്തെ, അഹങ്കാരം തോന്നല്ലേ, നിങ്ങളെക്കാൾ അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇത് അഹങ്കാരത്തിൽ തോന്നരുത്, ഞാൻ സത്യാവസ്ഥ പറയാൻ വേണ്ടി. എൻ്റെ മകളുടെ കല്യാണം ഇങ്ങനെ നടത്തി, 1 രൂപ കടമില്ല, എന്നാൽ അത്യാവശ്യം നല്ല നടത്തുകയും ചെയ്തു. ചെറുതായിട്ട് നടത്തുക, കടമുണ്ടാക്കരുത്. നിങ്ങൾ എത്ര പേരെ വിളിച്ചു? ഞങ്ങൾ 1500 പേരെ വിളിച്ചു. കടത്തിനിടയിൽ അതങ്ങ് ഞാൻ 1500 പേരെടുത്തും 1000 രൂപ വെച്ചും ചോദിച്ചു നോക്കണം, ഒറ്റ ഒരാളും തരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, എങ്കിലും ഇനി മക്കളുണ്ടെങ്കിൽ കല്യാണം ഇങ്ങനെ നടത്തല്ലേ. ആണ് ഞാൻ ഇത് മനപ്പൂർവ്വം പറയാൻ കഴിച്ചാൽ, ഞാൻ ഇപ്പോഴും ഇത് പലയിടത്തും പറയാൻ കഴിച്ചാൽ, ഇത് അഥവാ നമ്മുടെ ഇത് കേൾക്കുന്നു, നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉണ്ട്, 10 പേരുടെ തലയിൽ കയറിയാൽ, കാരണം ഒരാവശ്യമില്ല, ആ പൈസ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്, സുഖമായിട്ട് ജീവിച്ചു പോകും. കല്യാണം നടത്തി ആളാവേണ്ട സമയമല്ല. ഒരു കാരണവശാലും ഇന്നത്തെ കാലത്ത് അതിന് വലിയ ഇതില്ല. പണമുള്ളവരുണ്ട്, കോടിക്കണക്കിന് 1000-2000 കോടിയുള്ള നടത്തട്ടെ, അത് 10-100 പേർക്ക് ജോലിയും കൊടുക്കും, ഒന്നുമില്ലെങ്കിൽ. പല മേഖലയായിട്ട് ക്യാമറ ആയിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ. പണമില്ലെങ്കിൽ പറയാൻ എന്തിനാ, എൻ്റെ പണമില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്ത്? കാരണം മനുഷ്യൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. പ്രശ്നം ദുരഭിമാനം എന്നുള്ള ദുരഭിമാനം അവസാനം എന്താ, അതിനേക്കാൾ കുളമായില്ലേ, കടം കയറി. ഇപ്പം ദാ നോക്കി, ഇപ്പം തന്നെ അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ ഒറ്റ കാര്യം ഓർമ്മയുണ്ടല്ലോ, അതെ, ബാക്കിയൊക്കെ ഓക്കെ, പക്ഷെ അത് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള സ്ഥലം.
അതാണ് ഏറ്റവും നല്ലത്. ഈ അഹാനയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഇഷാനയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെ, വിവാഹം ഉടനുണ്ടാവും അല്ലെങ്കിൽ അത്തരത്തിൽ നല്ല രീതിയിലേക്ക് അവർ വരമര കണ്ടെത്തിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുന്ന ഒരു രീതി എങ്ങനെയാണ് ശരിക്കും? അവതരിപ്പിക്കുക വേണ്ട, അവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ എന്താ അവതരിപ്പിക്കാനാ? ഞാൻ ഇതുപോലെ ആയിരുന്നു, സിന്ധുവിനെ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സംസാരിക്കുന്ന സമയങ്ങളുണ്ടായിട്ടുള്ളത് സ്വന്തം വീട്ടിലാണെന്നുള്ള സംഭവം അല്ലേ? അല്ലെ, നമുക്കൊരു സന്തോഷം അറിയോ. പക്ഷെ ഈ സ്വാതന്ത്ര്യം ചിലപ്പോൾ എല്ലാ ഫാമിലിയും കിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർ ഈ വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നതാ, ഇങ്ങനൊരു ഫാമിലി, ഇങ്ങനൊരു സ്പേസ് കിട്ടുക, വീട്ടിലോട്ട് വരാൻ പറ്റുക എന്നുള്ളത്. അപ്പം ശരിക്കും അതെങ്ങനെയാണ് ശരിക്കും സംഭവിക്കണത്? അല്ലെന്ന് ഏറ്റവും സൗകര്യം എന്താ നോക്കിയേ. ഇപ്പോൾ ഓരോരുത്തർ കല്യാണം കഴിക്കാൻ പോകുന്ന ആരാന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ നമുക്കും എത്ര സുഖം. അതെ, കാരണം വെച്ചാൽ ഇന്നടത്തുനിന്നാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇന്ന ആളെയാണ്, വളരെ ഈസി ആയില്ലേ. ഇനി നമ്മൾ എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പോകുന്നിടത്തോട്ട് രഹസ്യമായിട്ട് 2 പേരെ വിട്ടിട്ട് ചെക്കൻ്റെ ഡീറ്റെയിൽസ് തപ്പും. എന്തിനാണ് വിളിച്ചു ചോദിക്കുക? ഇവരെക്കാളൊക്കെ കുഴപ്പം കൊണ്ട് നടക്കുന്ന ആളാ ഞാൻ. എന്നെ പറ്റി ഒന്ന് അന്വേഷിക്കാത്തോണ്ട് കൊള്ളാം, അന്വേഷിച്ചിരുന്നെങ്കിൽ പൊളിഞ്ഞു പോയേനെ. അപ്പൊ ആലോചിക്കുന്നത് നമ്മളെക്കാൾ നല്ലവരാണ് അവർ. മാത്രമല്ല ഇന്ന ആളെ കിട്ടുന്നത്, നമുക്ക് സന്തോഷം. അതുകൊണ്ട് ഞാൻ പറയുന്നത് സമാധാനം, സുഖം. ഇപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോഴേ ഇവിടത്തൊക്കെ പറയാം, അശ്വിൻ അത് ചെയ്തേക്കണേ, അർജുൻ അങ്ങനെയാണേ, നിമിഷം ഇങ്ങനെയാണ്. പിന്നെ ഇതിനേക്കാൾ രസം വെച്ചാൽ നിമിഷം എന്ന് വെച്ചാൽ നിമിഷിൻ്റെ അച്ഛൻ രവിയും ഞാനുമായിട്ട് 30-33 കൊല്ലം മുമ്പുള്ള പരിചയം ബന്ധം. പുള്ളി സിനിമയിലെ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ എത്ര സൗകര്യം. ഇത്രയും അല്ലെങ്കിൽ ഇപ്പോൾ സമകാലികമായിട്ട് നമ്മൾ വരുന്ന വലിയ ചിത്രങ്ങളുടെ പിന്നിലെ അല്ലെ വലിയൊരു ക്രിയേറ്ററായിട്ട് ഒരു DOP ആയിട്ട് അദ്ദേഹം ഉണ്ട് എന്നുള്ള സാധനം. അപ്പോൾ ഒരു സിനിമ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അത്ര ഒരു കലാകാരനായിട്ട് നമ്മൾ കാണുന്നു. വലിയ സിനിമകളുടെ ഫിലിം മേക്കിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നു, വിജയം കണ്ടെത്തുന്നു. അപ്പോൾ ഒരു ആക്ടറായിട്ട് എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാക്കുന്നത് ശരിക്കും? ഞാൻ ഈ നിമിഷം ആദ്യം പരിചയപ്പെടുന്ന ഇവരെല്ലാം പണ്ട് ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഹാനി നിമിഷമൊക്കെ പരിചയപ്പെടുന്ന കുറേ പേരുണ്ട്. അങ്ങനെ അവരെ കണ്ടു വളർന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്ട്രോണറി ഗ്രോത്താണ്. നേരത്തെ പറഞ്ഞു വരിക, നിമിഷിൻ്റെ അച്ഛൻ്റെ കുറേ മോഹങ്ങളുണ്ട്. പുള്ളി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യനാണ്, പൈസ പോയ മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യന് അന്നെടുത്ത സഫറിങ്ങിന് ദൈവം കൊടുക്കുന്ന സക്സസ് മക്കളിലൂടെ ആയിരിക്കും. എക്സലൻറ്റ് സക്സസ് കൊടുത്തിരിക്കുന്നു. നിമിഷമാണെങ്കിൽ ഞാൻ വളരെ പരിമിതമായിട്ടാണ് നിമിഷമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. വെരി ഹംബിൾ, സിമ്പിൾ. ഭയങ്കര അല്ല, അതെനിക്ക് തോന്നുന്ന അച്ഛനമ്മമാരുടെ ക്വാളിറ്റി ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിജയവും മറ്റതൊക്കെ വന്നു കയറുന്നതാണ്. അതിൽ നമ്മൾ വലിയ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അല്ലെ, കുറച്ചൊന്ന് ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും 72 പൾസ് പിടിച്ച് പോവുക. അത് മുകളിലോട്ടും പോകണ്ട, താഴോട്ടും പോകണ്ട. ഇപ്പോൾ അഹാനയ്ക്ക് ശേഷം അല്ലെ ഇഷാനി കൂടെ അല്ലെ ആശകളായത്തിലൂടെ വന്നു. ഇത്രയും നല്ലൊരു ക്രൂ ജയറാമേൻ്റെ ഒപ്പം ആയിട്ട് കൂടെ ചെയ്യുന്നു. കാളിദാസ് വരുന്ന കോംബോ കൂടി സിനിമ കൂടിയാണ്. ഞാൻ ആ സിനിമയിലേക്ക് വരുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നത്, അതിലൊരു അച്ഛൻ മകനുണ്ട് അല്ലേ? അതേപോലൊരു അച്ഛൻ മകളുണ്ടെങ്കിൽ ആരായിരിക്കും വീട്ടിൽ? ആശകളായിരത്തിൽ പോലെ ആ ഒരു അച്ഛൻ മകൻ പോലെ ഒരു അച്ഛൻ മകളുണ്ടെങ്കിൽ ആരായിരിക്കും 4 പേരിൽ? അല്ല, സ്വാഭാവികമായിട്ടതിനകത്ത് നമുക്ക് ഈ ആദ്യം സിനിമയിൽ വന്നത് അഹാന തന്നെയാണ്. ഇവർക്കൊക്കെ പൊട്ടൻഷ്യലുണ്ട്, എങ്കിലും ഈ പൊട്ടൻഷ്യലും ടാലൻറ്റും അനുസരിച്ചുള്ള സിനിമകൾ വന്നില്ല. ഒരു സൈഡിൽ അപ്പുറത്ത് ഞാൻ സിനിമയിൽ വലിയ ആഗ്രഹങ്ങളുമായിട്ട് വന്നതാണ്. ഇനി ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. കുറേ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കൃഷ്ണകുമാർ വലിയൊന്നും ആയില്ല, പക്ഷേ ഈ കൃഷ്ണകുമാറിലായാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് പേര് പുറത്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലങ്ങ് നേരത്തെ സമാധാനം കണ്ടെത്തി, എനിക്ക് ഇവിടം വരെയെങ്കിലും എത്താൻ പറ്റി. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ രാഷ്ട്രീയപരമായ സംഭവം എന്തുകൊണ്ടൊക്കെയോ മേ ബി അവസാനം തലയിലെടുത്തുനിന്ന് വേണ്ടി നമുക്ക് ആശ്വസിക്കാം. അഹാനെയൊക്കെ ഞാൻ ഇതിനേക്കാളൊക്കെ സിനിമ രംഗത്ത് വരുന്നു, മീൻസ് ബെറ്റർ മൂവീസ് കിട്ടുമെന്ന് വിചാരിച്ചു. ഇഷാനി അതെ, വെരി നാച്ചുറൽ ആക്ടറാണ്. ഇപ്പോൾ 2 സിനിമയിൽ അഭിനയിച്ചു. ആദ്യം 1 ഇതിലും. ഈ 2ലും വളരെ പരിമിതമായ ക്യാരക്ടറാണ്, അല്ലാതെ എക്സ്ട്രോണറി പെർഫോമൻസ് ഉള്ള സാധ്യത ഒന്നുമില്ലായിരുന്നു. ഇഷാനിയും സ്ക്രീനിൽ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്, അതായത് ഒരു ഹീറോയിൻ്റെ എല്ലാ സാധനവും. പക്ഷേ നേരത്തെ പറഞ്ഞതാണ്, ഈ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പയർഡ്നെസ് ഉണ്ട്. സിനിമാ നടിയോ അല്ലെങ്കിൽ നടനോ അല്ലെങ്കിൽ സംവിധാനം, നമ്മുടെ ഒരു പ്രിപ്പയർഡ്നെസ് ഉണ്ട്, അതും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മുടെ ഗുഡ് ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിപ്പയർഡ്നെസ് നമുക്ക് ഉണ്ടാക്കാം, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് വരണം. അവൾക്ക് വരും. അവൾക്ക് നല്ല അഹാന വേറൊരു തലത്തിലാണ് പോകുന്നത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ടാലൻറ്റ് വൈസ് സിനിമയിൽ വന്നാൽ ശോഭിക്കുന്നു വിചാരിച്ചിരുന്ന ആൾ ഓസിയായിരുന്നു. അവൾ കുടുംബിനിയെ റൂട്ട് മാറി. ഹ്യൂമർ സെൻസ് അന്യായ ടൈമിങ്. ഡാൻസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും ദ ബെസ്റ്റ് ഡാൻസർ അവളും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹൻസിയും കലക്കും. അപ്പോൾ
ബിസിനസ് റൂട്ടിലോട്ടും കൃഷി കുടുംബിനി രണ്ടും ആ റൂട്ട് അല്ലേ? അത് വളഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സിന്ധുവിൻ്റെ അച്ഛൻ്റെ ബുദ്ധിയാണ്. സിന്ധുവിൻ്റെ അച്ഛൻ ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു. ഓക്കെ. ആ അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ വരും. അതെ. നമ്മൾ ഈ 7 തലമുറയുടെ കാര്യം കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും 7 തലമുറയ്ക്ക് എന്ന് പറയും. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ പുറകോട്ട് നോക്കിയ വലിയ രസമാണ്. നമ്മുടെ 7ാമത്തെ ആൾ, നമ്മുടെ പുറകിൽ 6 തലമുറയുണ്ട്. 6ാമത്തെ ആൾ തൊട്ട് വരും. അതിൻ്റെ സയൻറ്റിഫിക് കണക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനമ്മയ്ക്ക് 50%, 25. അതിൻ്റെ പുറകിൽ 4 പേരുണ്ടല്ലോ, അപ്പൂപ്പൻ അമ്മൂമ്മരെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ, അവർക്ക് 25, അതായത് ഡിവൈഡഡ് ബൈ 4. അതിൻ്റെ പുറകിൽ 12, 6, 3, 1.5, ഇങ്ങനെ 6 തലമുറയുടെ സ്വഭാവം, അസുഖങ്ങൾ, ഗുണങ്ങൾ ഇതെല്ലാം വരും. ഇത് ഈ ഓരോ പിള്ളേരിലും നമ്മൾ പറയും എൻ്റെ കഴിവ് ഒന്നുമല്ല, കുറേ പേരിൽ നിന്ന് വരുന്നതാണ്. അതെ. ശരിക്കും വിവാഹങ്ങളുടെ സന്തോഷം എന്ന് പറയുമ്പോൾ യോയിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരു കാര്യം കൊണ്ട് ചോദിക്കാതെ കാരണം പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? അല്ലേ ഗോൾഡിൻ്റെ അല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, ടെൻഷനില്ല. എങ്കിൽ പോലും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന, പ്രത്യേകിച്ച് ഗോൾഡൻ റേറ്റ് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണക്ട് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ ഗോൾഡും വിവാഹമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കേണ്ട അനാവശ്യമായിട്ടുള്ള ആകുലതകൾ ഒഴിവാക്കേണ്ട സമയമായില്ലേ? ആദ്യം ചെറിയ തമാശ പറഞ്ഞു തുടങ്ങി. ഞാൻ വളരെ സന്തോഷമാണ് ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ. കാരണം സിന്ധുവിൻ്റെ കുറച്ച് ഗോൾഡ് ഇരിപ്പുണ്ട്. അത് വിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നമ്മളവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കുക. എനിക്ക് പോലും അറിയാത്ത ഏതോ ലോക്കറിലാണ് കൊണ്ടുവച്ചിരിക്കുക. കാരണം വെച്ചാൽ എൻ്റെ കിട്ടിയാൽ അതെ ആണ് എന്ത് സന്തോഷം കിട്ടുന്നെന്ന് ആലോചിച്ചുകൊണ്ട് വിൽക്കുമ്പോഴേ ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചതല്ലേ. രണ്ടാമത്തെ പോയിന്റ്, ഇത് മാറേണ്ടിയിരിക്കും. അതെ. വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചോട്ടെ, സൂക്ഷിക്കേണ്ടവർ സൂക്ഷിച്ചോട്ടെ, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊള്ളാം, ആഭരണം. പക്ഷെ കല്യാണത്തിന് ഇത്ര വാരി ഇട്ടുകൊണ്ട് തന്നെ വരണം. അതിൻ്റെ പേരിൽ അതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടാലുണ്ടല്ലോ, ഇതെനിക്കൊന്ന് മനുഷ്യൻ്റെ അകത്തുള്ളത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോന്നിനോടാണ്. ചിലർക്കത് കണ്ടാൽ മതി, കണ്ടുകൊണ്ടിരുന്നാൽ മതി. പ്രത്യേകിച്ചാണ് ഇപ്പോൾ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിവാഹത്തിന് വേണ്ടി കുഴപ്പം, നമ്മളുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന് പറയാൻ പറ്റില്ല. വന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഭാഗമാണ്, അത് ശരിയായിക്കോളും എന്ന് പറയും. അവസാനം അതല്ലേ ആത്മഹത്യയിലേക്ക് വരാൻ നയിക്കുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം പിന്നീട് പഴിചാരലായി, കുറ്റപ്പെടുത്തലായി, അതിന് മുമ്പ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറേ ഘട്ടങ്ങളിലൂടെയൊക്കെ നിശബ്ദരായിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും അതിനപ്പുറത്തോട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വന്നൊരു 2 ചേരി പോലെ സ്ത്രീപക്ഷം പുരുഷപക്ഷം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ മെൻസ് അസോസിയേഷൻസുകൾ വരുന്നു. സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾക്ക് ഇതിനെ ദുരുപയോഗം ചെയ്തിടത്താലും അപ്പുറത്തേക്കൊരു വിഭാഗം ബാധിക്കുന്നു. അപ്പം മെൻസ് അസോസിയേഷൻ എന്നുള്ള രീതിയിലേക്ക് എൻ്റെ സാധ്യതകളെ തന്നെ ഇപ്പുറത്തൊരു വലിയൊരു സ്ത്രീപക്ഷത്തിൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരാൾ നിലയ്ക്ക് എങ്ങനെ നോക്കി കാണണേ? അതിൻ്റെ അനിവാര്യത എന്താ? അത് അവരവരുടെ കാഴ്ചപ്പാട്. പക്ഷേ ഈ 2 പേരില്ലെങ്കിൽ അതെ, ഈക്വൽ പാർട്ട്നേഴ്സാണ് ജീവിതത്തിൽ. സ്ത്രീക്ക് പുരുഷൻ വേണം, പുരുഷന് സ്ത്രീ വേണം. ഇപ്പോൾ കാലം മാറി വരുന്നുണ്ട്. സ്ത്രീക്ക് സ്ത്രീയുടെ കൂടെയും ജീവിക്കാം, പുരുഷന് പുരുഷൻ്റെ കൂടെ ജീവിക്കാം. അത് വേറെ കാര്യം. അതിലും ഒരു വിയോജിപ്പില്ല. കാരണം ഇതെല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹാപ്പിനെസ് എന്നൊരു സാധനം വേണം. ഇഫ് യു ആർ നോട്ട് ഹാപ്പി, അത് പുരുഷൻ്റെ കൂടെ സ്ത്രീ കഴിഞ്ഞിട്ട് സ്ത്രീയുടെ കൂടെ പുരുഷനും സ്ത്രീയും കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുന്നവരുണ്ട്, പുരുഷൻ്റെ കൂടെ കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടും. ഇതെല്ലാം പ്രകൃതിയിലുള്ള സംഭവമാണ്. പ്രകൃതി വിരുദ്ധം എന്നൊക്കെ ചിലർ പറയും. പക്ഷേ ഞാൻ അതിനോടൊന്നും എനിക്ക് ആരോടും വിയോജിപ്പില്ല. കാരണം ഹാപ്പിനെസ് ഒരു സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ ഹാപ്പിനെസ് ബ്രിങ്സ് സക്സസ്. നിങ്ങൾ സന്തുഷ്ടമായിട്ടിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ലെവൽ വേറെയാണ്, ദുരന്തത്തിലും ദുഃഖത്തിലിരിക്കുമ്പോഴും വേറെ. അതുകൊണ്ട് ഹാപ്പിനെസ് കിട്ടുമോ അതിൻ്റെ പക്ഷത്താണ് ഞാൻ. അതാരുടെ കൂടെ എന്നുള്ള എനിക്ക് പ്രശ്നമല്ല. സന്തോഷം മുഖ്യമെങ്കിൽ. പിന്നെ സ്വർണ്ണത്തിൻ്റെ കാര്യം വീണ്ടും എന്നോട് പറയാം. സ്വർണ്ണത്തിന് വില കൂടി വീണ്ടും ഒരു സന്തോഷമുണ്ട്. ഓബയോസിയിൽ കച്ചവടം കൂടും. അതെ, രണ്ടുണ്ട് കാര്യം. അതെ, പക്ഷെ നമ്മുടെ ലക്ഷ്യം അവിടെ ലോക്കറിലാണ്. അതെ, അത് ആദ്യ ലക്ഷ്യം. അതോടെ മാറിയിട്ട്. പക്ഷേ സിന്ധുവിന് അത് നല്ലപോലെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ ഇടവരാതിരിക്കട്ടെ അല്ലേ? കാരണം വേറെ ഒരു നല്ല വശം നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 പക്ഷത്തെ മാതാപിതാക്കൾ ചേർന്നിട്ട് അവർക്ക് സാമ്പത്തികം കുറവാണെങ്കിൽ 10 പവൻ ഇട്ടിട്ട് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഓസിയുടെ കടകളിലെ സാധനം നിറച്ചു ഒന്ന് വാങ്ങിക്കുന്നുണ്ട്. 2 കൂട്ടർ ചേർന്ന് മനസ്സ്, എന്നിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് അതൊക്കെ മതി. എൻ്റെ മോളുടെ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നേ അല്ല ഞാൻ പറയുന്നറിയോ, സ്വർണത്തിൻ്റെ പേരിലൊന്നും ആളെ കൊല്ലാൻ പാടില്ല, ആത്മഹത്യ നടക്കാൻ പാടില്ല. കാരണം ഒരു ദിവസം ഒരു നിമിഷം കൊണ്ടാണ് ലൈഫൊക്കെ മാറുന്നത്. എവിടോട്ട് വേണം ഉയരാം. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഭാര്യയും ഭർത്താവും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക, പൊരുത്തപ്പെട്ടു പോവുക. കാരണം പിരിഞ്ഞ് ജീവിക്കുന്നവരുടെ വിരോധമൊന്നുമില്ല, പിരിയേണ്ടവർ പിരിഞ്ഞോട്ടെ. കാരണം ഒരു കൂരക്കീഴിൽ സന്തോഷം കിട്ടുന്നില്ല, 2 നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട്, പിരിഞ്ഞോട്ടെ. പക്ഷെ പിരിഞ്ഞ് കഴിയുമ്പോഴൊരു പ്രശ്നം പറയുമോ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എത്രയായാലും സെപ്പറേറ്റഡ് ആൾക്കാർക്ക് അംഗീകാരം കുറവാണ്. ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും അല്ലേ മാറിയിട്ടില്ല. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ ആര് വരുന്നത്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ കഴിയണമെന്നില്ല. പിന്നെ അതിൽ തന്നെ സ്ത്രീകളുണ്ടെങ്കിൽ അവരിലോട്ടുള്ള കണ്ണുകൾ വേറെ രീതിയിൽ പോകും.
ഇത് പറയാമോ ഇല്ലെന്ന് എനിക്കറിയില്ല, നാളെ ഇനി വല്ല കേസ് കൊടുത്തോണ്ട് വരുമെന്നറിയില്ല. പക്ഷേ ഇതൊക്കെ ഒരു പച്ചയായ സത്യമാണ്. അതുകൊണ്ട് കടിച്ചു തൂങ്ങിയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. സിന്ധു എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി ഒരു വിഷയം ആരോ ചോദിച്ചു, അതിൽ പറയുന്നുണ്ട് 1000 തവണ ഞങ്ങൾക്ക് തെറ്റിപ്പിരിയാൻ അവസരങ്ങളുണ്ടായിരുന്നു. ഓക്കെ. കാരണം തർക്കങ്ങളും അസാമാന്യമായ തർക്കം വരും, അതങ്ങനെയാണ് ലൈഫ്. പക്ഷെ പൊരുത്തപ്പെട്ട് പോകണം എങ്ങനെയെങ്കിലും. അടിയിടിയിലോട്ടും പോകുക, അങ്ങനത്തെ ഫിസിക്കൽ അബ്യൂസ് പറ്റത്തില്ല. അല്ലാതെയാണെങ്കിൽ പൊരുത്തപ്പെടുക. പൊരുത്തപ്പെട്ട് പോയാൽ തട്ടിമുട്ടിയൊക്കെ വരും. പിന്നെ അതങ്ങനെ പോകാൻ പറ്റും, അങ്ങനെ പോകാവൂ. കാരണം അല്ലെങ്കിലുണ്ട് അംഗീകാരത്തിൻ്റെ ഒരു പ്രശ്നം നാട്ടിലുണ്ട്. അത് അനുഭവിക്കുന്നവർ കുറച്ചുപേര് യോജിക്കും, പറയില്ലായിരിക്കും. ഇതിനെ എതിർക്കുന്നവരുണ്ടോ? ഈ പേടി കൊണ്ട് ചിലപ്പോൾ പറയാതെ തുറന്ന് ജീവിച്ചാൽ അതിനേക്കാൾ വലിയ ഭവിഷ്യത്തിലോട്ട് പോകുന്നൊരു പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ? ഭയങ്കര പ്രോബ്ലം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ സെറ്റപ്പ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അംഗീകാരമാണ്. നാളെ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ്, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്. ഞാൻ ഇതെല്ലാം പറയുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും പറയാറില്ല, മക്കളോടും പറയും. എന്നിട്ട് നിങ്ങളുടെയും കൂട്ടുകാരത്ത് പറയണം. കാരണം ദൈവം തരുന്നൊരു ഭാഗ്യമാണ് ഫാമിലി ലൈഫ്. എന്തൊക്കെ പ്രശ്നം സെറ്റിലുണ്ടാവാം, രാഷ്ട്രീയത്തിലുണ്ടാവാം, വീട്ടിൽ വന്നു കഴിഞ്ഞ് കൂടിക്കഴിയുമ്പോഴല്ലോ അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാതാവും. അതായി മാറും. അതേസമയം വീട്ടിലും കൂടി സമാധാനം ഇല്ലെങ്കിലുണ്ടല്ലോ കാര്യമില്ല, പെട്ടു. വീട് നന്നാവണം, സന്തോഷം ഇവിടെ നിന്ന് തുടങ്ങണം അല്ലേ? എല്ലാം തുടങ്ങുന്ന വീടുകളിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ ഈ നാട് നന്നാക്കാൻ ഇറങ്ങുന്നവർ ആദ്യം ഒരു കുടുംബത്തെ നയിക്കാൻ പറ്റുന്നവർക്കേ നാട് നയിക്കാൻ പറ്റൂ. തുടക്കം ഇവിടെ നിന്നാവട്ടെ എല്ലാം. യെസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു സെഗ്മെന്റിലോട് കൂടിയിട്ട് നമുക്ക് അല്ലേ ഈ ഇത് മുഖാമുഖം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും 4 പേരെക്കുറിച്ചും 5 പേരെക്കുറിച്ചും അല്ലേ കണക്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് 4 പേരിൽ നിന്ന് മാത്രമല്ല അല്ലേ, ഒരാൾ കൂടി പ്രിയപന്തയും കൂടി അതിൻ്റെ കൂടെ കൂട്ടാൻ തോന്നുന്നു. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം ഇതിൽ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. റെഡി? സോ പോകാമല്ലോ അല്ലേ? സോ ഫാസ്റ്റായിട്ട് തന്നെ പോവാം. സോ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും വീട്ടിലെ ഏറ്റവും കൂട്ടത്തിൽ കുറച്ചുകൂടെ ഒതുങ്ങി അടക്കത്തിൽ ഒതുക്കിയിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ആരായിരിക്കും? ഇഷാനിയാണ്. വീട്ടിൽ മാത്രമാണോ പുറത്ത് എല്ലായിടത്തും അങ്ങനെയാണ് പൊതുവേ? ഓക്കെ. ആദ്യമേ അങ്ങനെ ആയതുകൊണ്ടാണോ എന്തെങ്കിലും റീസൺ ഉണ്ടോ? കൊച്ചിലെ അങ്ങനെയാണോ? ഇഷാനി എപ്പോഴും അവളെല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യത്തുള്ളൂ. മാത്രമല്ല ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്യും. സ്ലോലിയാണ്. ബഹളങ്ങൾക്കൊന്നും പോവില്ല. ഓക്കെ. പിന്നെ കള്ളം പറയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റബേണാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ എതിർക്കുകയും ചെയ്യും. ഓക്കെ. പക്ഷേ സത്യസന്ധ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അല്ലേ? ക്ലാരിറ്റി. എവിടെയെങ്കിലും പോവാൻ റെഡി ആവുകയാണെങ്കിൽ ആദ്യം റെഡി ആവുന്ന ഇയാളായിരിക്കും. എങ്കിൽ ആരായിരിക്കും? അഹാന. കാരണം അഹാനയാണ് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും ആപ്റ്റാണ്. നമ്മളൊരു യാത്ര പോകുന്ന യാത്ര പ്ലാൻ ചെയ്യുന്നത് തൊട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നത് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്തിരിക്കും. പക്കയായിട്ട് രാവിലെ എണീറ്റ് ഇത് കാര്യങ്ങൾ എല്ലാവരെയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന അഹാന. അക്ഷരാർത്ഥത്തിൽ വില്ലേജ് മാത്രമല്ല, ഒരു ഡിസിഷൻ മേക്കർ കൂടിയാണ്. പക്ക ഡിസിഷൻ മേക്കർ ആണ്. ആൻഡ് പഠിക്കുന്ന കാര്യത്തിൽ കുറേ കൂടെയും ബുദ്ധിയുള്ളത് ആർക്കായിരുന്നു? അക്കാഡമിക്കലി അഹാന തന്നെയായിരുന്നു. പിന്നെ എന്നോട് ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുന്ന പഠിത്തത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരു ദിവസം ക്ലാസ് മിസ്സാവാൻ പാടില്ലതെല്ലാം ഹൻസികയാണ്. താഴെയുള്ള ആളാണ്. മിസ് ചെയ്യില്ല ഒരു രീതിയിൽ. ഒരു ദിവസം ഇപ്പം തന്നെ ഷൂട്ടിംഗ് വന്നപ്പോഴത്തേക്കാണ് ആദ്യം പറഞ്ഞു എനിക്ക് ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ക്യാഷ് ചിലവാക്കുന്ന കാര്യത്തിൽ കൂട്ടത്തിൽ പിശുക്കിയാരാ? ഹൻസിക എന്ന് പറയാം. പിശുക്കല്ല, എല്ലാ മക്കളത്തും ഞാൻ പറയും. സാധാരണ താഴെയുള്ള ആൾ കുറച്ചുകൂടെ അധികം ചിലവാക്കുമെന്ന് പറയും അല്ല, നേരെ തിരിച്ചാണ്. ഇത് പിശുക്കെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും ഞാൻ പറയും ചിലവാക്കുന്നതിന് ഒരു മടിയും വെക്കരുത്, പക്ഷേ അനാവശ്യ എക്സ്പെൻസ് ഉണ്ടാക്കരുത്. കൺട്രോൾഡ് ആയിരിക്കണം. അതിൽ കൺട്രോൾഡ് എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ഹൻസിക ആണ്. ഇതിൽ അമ്മയെ ഉൾപ്പെടുത്താട്ടോ, ചേച്ചിനെ ഉൾപ്പെടുത്താം വേണമെങ്കിൽ. അങ്ങനെ സിന്ധു വീടിന്റെ മാനേജറാണ്. ഇതെല്ലാം മാനേജ് ചെയ്യുന്ന പുള്ളിക്കാണ്. അതുകൊണ്ട് അത് ജനറൽ മാനേജറാണ്, GM ആണ് അല്ലേ? ആൻഡ് കുറേയും കൂടി ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ കുറച്ച് സേവിങ്സിനെ കുറിച്ച് ഒരു ധാരണയുള്ളതും ചിന്തിക്കുന്നൊക്കെ ആരായിരിക്കും കൂട്ടത്തിൽ? അത് ഇവർക്കൊക്കെ ഭാവിയെ കുറിച്ച് കുറേയും കൂടി ദീർഘവീക്ഷണം ഉള്ളതൊക്കെ ആരായിരിക്കും? ദീർഘവീക്ഷണം ഈ 4 പേർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനെ അംഗീകരിക്കും. ഓക്കെ. എന്നാലും അത്രയും കാര്യങ്ങൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഹാനയാണ്. ആണല്ലേ? ഓക്കെ. കുറേ കൂടിയും അതിൽ അല്ലേ പ്ലാനിലുള്ള സംഭവം. കൂട്ടത്തിലെ വാശികാരി ആരാ? ഇഷാനി ആണ്. മറ്റേ സൈലന്റ് ആയ ആൾ തന്നെയാണ് കുറേ കൂടി. അത് നിർബന്ധ ബുദ്ധി കൊണ്ട്. വാശിക്കാരി എന്ന് വെച്ചാൽ അനാവശ്യ കാര്യങ്ങൾക്കല്ല, പലപ്പോഴും വാശി നല്ലതുമാണ്. വാശി വേണം. കൂട്ടത്തിലെ ഭയങ്കര ഇമോഷണലായിട്ട് ഉള്ളൊരു വ്യക്തി ആരായിരിക്കും? ഹൻസികയാണ്. ഏറ്റവും താഴെയുള്ള ആൾ തന്നെയാണ് കുറച്ചുകൂടെ. അത് എനിക്കൊന്ന് ഏറ്റവും അവസാനത്തെ ആളെന്നുള്ളതിൻ്റെ ഒരു ഇതുകൊണ്ട് കൂടിയാണോ അതോ?
അല്ല, അവൾ അവസാനത്തെ ആളാണെങ്കിലും വീട്ടിൽ മക്കൾ 4 പേര് കറക്കുന്ന ഒരു അച്ചുതണ്ട് അവളാണ്. ആ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൾ പറഞ്ഞാൽ തീരും. ഓക്കെ. അത് സൊല്യൂഷൻ വരുന്ന രീതിയിലേക്ക് സോൾവ് ചെയ്യുന്നത്. അതിന് പുറമേ അവൾക്ക് ഒരു വലിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. ഒരു 7.5 കൊല്ലം ചികിത്സയിലായിരുന്നു. അതിൽ 1-2 കൊല്ലം വളരെ ആശുപത്രിക്കകത്തായിരുന്നു അങ്ങനെ കഴിഞ്ഞത്. അപ്പോൾ അന്നൊക്കെ എല്ലാവരും അവളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അമ്മുവൊക്കെ ഭയങ്കര കരയുമായിരുന്നു. ഇവരാണ് കൊണ്ട് നടക്കുന്നത്, എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇവളായിരുന്നു എല്ലാം വീട്ടിൽ. ഇവളെ ചുറ്റിപ്പറ്റിയായിരുന്നു വീട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവളുടെ സ്വഭാവത്തിൻ്റെ ഇപ്പോഴും വീട്ടിലൊരു അശാന്തി ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ ഹൻസിക വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പറ്റും, നടക്കും. ഇത്രയും സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഓമി വന്നപ്പോൾ സ്ഥാനം പോയി എന്നുള്ള വിഷമമുണ്ടോ? ഇന്നലെ ഞാൻ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്, ബേബി ബേബി എന്നൊക്കെ പറഞ്ഞ സിന്ധു വിളിക്കുമായിരുന്നു. ഇപ്പോൾ സിന്ധു ഓമി വന്നപ്പോൾ ഓ മൈ ബേബി. അപ്പം ഞാൻ നിന്റെ ബേബിയായിരുന്നു. ഇപ്പോൾ ഓമി പോയി കഴിഞ്ഞാൽ അവള് മാറി മാറി പേര് തെറ്റിപ്പോവും. ഹൻസിക എന്നായി പോവും. ഓമിയെ പലപ്പോഴും ഹൻസിക എന്ന് വിളിക്കാറുണ്ട് എന്നുള്ളത്. കൂട്ടത്തിൽ കുറെ കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി ബാക്കിയുള്ള കാര്യങ്ങളിലെ കാര്യപ്രാപ്തി കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളൊരു കാണിക്കുന്ന ഒരാളായിരിക്കും. റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്താൽ പറ്റും. അമ്മുവും അഹാനയും ഇഷാനിയാണ് റെസ്പോൺസിബിലിറ്റി കൂടുതലും എടുക്കുന്നവർ. ഓക്കെ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഈ ഇന്റർവ്യൂ ഓസ് കണ്ടോണ്ടിരുന്ന പക്ഷേ കുറേ നേരം അവരെയൊക്കെ പറ്റി പറഞ്ഞു. ഈ 3 പേര് വന്നു, കൊച്ചിനെ വരെ പറഞ്ഞു, ഓസിനെ പറ്റി പറഞ്ഞില്ല. അത് ഓരോ തരത്തിലാണ് ഞാൻ കാണുന്നത്. അഹാന വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഓസി ഒരു ഉത്തരമാവാണെങ്കിൽ ആ ചോദ്യം എന്തായിരിക്കും? വീടിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഓസി വരണം. ഓക്കെ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പ്രസൻസ്. അവൾ വന്നാൽ ചിരിപ്പിച്ച് വീടിന് ഓളം ഉണ്ടാക്കുന്നത് ഓസി ആണ്. അവൾക്ക് പിന്നെ ഇനി എന്തൊക്കെ ഈ വലിയ മലപോയ വിഷയം കൊണ്ടല്ലേ, അത് കഴിഞ്ഞ് നേരെ ടി വിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഏതെങ്കിലും കോമഡി പടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ CID മൂസയെ കണ്ടുകൊണ്ടിരുന്ന കക്കാന്ന് ചിരിക്കുന്നതാണ്. ഈ ഇപ്പുറത്തെ പോലീസ് കേസ് മറ്റേതൊക്കെ നടക്കുന്നു, നമ്മളിരുന്ന നാളെ എന്ത് ചെയ്യണം ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് കുറേ പോപ്കോൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഭയങ്കര ഈസി ആയിട്ട് അല്ലേ, സിമ്പിൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഒരു തരത്തിലെ നല്ലതാ. കാരണം ഭയങ്കര ചിന്തിച്ച് പെട്ടെന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയോ, അന്ന് കരഞ്ഞു ആശുപത്രി, ഇതൊക്കെ കഴിഞ്ഞ് വന്നാലും അതൊക്കെ മറന്നു പോകും. അതുകൊണ്ട് അവള് വന്നാൽ പിന്നെ കോമഡി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അവള് വരണം വീട്ടിലോട്ട്, നർമ്മം വരണമെങ്കിൽ. രക്ഷയില്ല. ഈ പലപ്പോഴും നമ്മൾ കൊച്ചിലൊക്കെ കുറച്ചുകൂടി ബോയ്സ് സ്റ്റൈൽ ചെയ്യാനും ഡ്രസ്സ് ചെയ്യാനും ഇഷ്ടം കാണിക്കും ചിലപ്പോൾ ഗേൾസ് അല്ലേ. അങ്ങനെ സ്റ്റൈൽ ചെയ്ത് തരുന്ന ഒരു കൂട്ടത്തിൽ ആരായിരിക്കും ശരിക്കും? കുറച്ചുകൂടി ബോയ്സ് പാറ്റേണിലൊക്കെ ബോയ് കട്ട് വെട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റൈലിങ്ങിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാവരും ഗേളിഷ് തന്നെയാണ്. ആണ്. കാരണം അതെല്ലാം ഇൻഫ്ലുവൻസ് അമ്മമാരിൽ നിന്ന് വരുന്നത്. അച്ഛന്മാർക്ക് അതിനകത്ത് വലിയ റോളില്ല. ഒന്ന് ഞാൻ ഈ നമുക്ക് ജോലി ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്ന് ഓട്ടം ഓടുന്ന കാലം, കയ്യിൽ കാശുണ്ട്. അപ്പോൾ ഈ മക്കളെ പ്രസവിക്കുന്ന സമയത്ത് വരുന്നുണ്ട്, കാണുന്നുണ്ട്, കുറച്ച് സമയം ഞാൻ പോവും അങ്ങനെ ഷൂട്ടിങ്. എന്നെല്ലാം ഞാൻ സിനിമകൾ എനിക്ക് സീരിയലായിരുന്നു. സീരിയൽ ഷൂട്ട് കൂടുതലും എറണാകുളം ഭാഗത്തായിരുന്നു. അപ്പം ഞാൻ വളരെ കുറച്ചാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരും ഇവരെ കാണാനായിട്ട്. ഇതായിരുന്നു. ഇത് എപ്പോഴെങ്കിലും അശ്വിൻ ചോദിച്ചിട്ടുണ്ട്? അപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും പേര് 5 പേരെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അശ്വിൻ അതേ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എപ്പോഴും ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എങ്ങനെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതിൽ സർക്കിളിൽ? പ്രത്യേകിച്ച് നമ്മൾ ചോക്ലേറ്റ് സിനിമയിൽ പോലെ പൃഥ്വിരാജിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതേപോലെ അശ്വിൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ വിഷയം? എങ്ങനെയാണ് ഇത്രയും സ്മൂത്ത് ആയിട്ട്? അശ്വിൻ പൊതുവേ ഒരു പാവം കക്ഷിയുണ്ട്. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഇപ്പം ഈ അമ്മു നമ്മുടെ വീട്ടിൽ ഒരു അവൾക്ക് 30 വയസ്സെന്നുള്ളതിനേക്കാൾ വളരെ കാര്യങ്ങൾ ഡോമിനേറ്റ്. ഇപ്പം എൻ്റെ അടുത്തും അച്ഛാ അതങ്ങനെ ചെയ്യണം, ഒരു ഓർഡർ ചെയ്യുന്ന രീതി. അപ്പോൾ ഇപ്പോൾ അശ്വിൻ ഒരു കാര്യം ചെയ്യണം, ഇന്ന് അതൊന്ന് വാങ്ങിച്ചേക്കണേ, അതൊന്ന് ശരിയാക്കിയേക്കണം. അർജുനെ പിന്നെ പറയണ്ടേ, സ്കൂൾ തൊട്ടേ കാണുന്നതല്ലേ, ഡാ നിനക്കെന്താ ചെയ്യാൻ പറ്റാത്ത? ഇതാണ് വീട്ടിലെ രീതി. ഇതൊരു മോശം രീതിയിലോ ഒന്നുമല്ല, ഒരു കുടുംബത്തിനകത്തെ സൗകര്യങ്ങളെ പോലെയാണ് ഇവർ പെരുമാറുന്നത്. പക്ഷേ ഇങ്ങനെ വന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി ബ്ലോഗ് കാണുന്ന സമയത്ത് ഭയങ്കര സ്വീകാര്യതയുണ്ട്, ഇഷ്ടമുണ്ട്. ഇഷ്ടത്തിനൊപ്പം ചില കാണുന്ന മൊമെൻറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് വിമർശനങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ ഭയങ്കര ട്രോളുകളും കാര്യങ്ങളും വന്നായിരുന്നു മറ്റേ ചിക്കൻ കറിയുടെ വിഷയത്തിൽ അശ്വിൻ്റെ രീതിയിലേക്ക് ആ പാവിരിക്കണം നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളുടെ ഒരു ഫ്രീഡം ഉണ്ട്, നമ്മൾ പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്. അപ്പം ഇത് അതേ രീതിയിലേക്ക് തന്നെ എടുക്കാൻ ചിലപ്പോൾ ആളുകൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം ശരിക്കും ആ വിഷയം വന്ന സമയത്ത് അതൊരു വിഷമം ഉണ്ടാക്കിയോ? അത് ഇനി സിന്ദൂരുണ്ടാക്കിയെന്നറിയില്ല, കാരണം നമുക്ക് അതിനകത്തൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് എഡിറ്റഡ് ഒന്നുമല്ല, അതിനെ റിമൂവ് ഇത് പക്ക ഒരു സിനിമ പോലെയല്ല. ഇതങ്ങ് പോകുന്നൊരു സ്ഥലം. ഇപ്പോൾ എനിക്കെതിരെ വന്ന വലിയൊരു ഇതാണ് കുഴികുത്തിക്കഞ്ഞി എന്ന് പറഞ്ഞൊരു വിഷയം. ഞാനത്
പല രീതിയിലെടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ അന്ന് എറണാകുളത്ത് താമസിക്കുന്ന ഹോട്ടലിൽ എന്തായിരുന്നു എൻ്റെ പേരും കോട്ടിയാട്ടുണ്ട്, അവിടെ മാരിയിട്ട് താമസിക്കുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ഇരിക്കുമല്ലോ, അവിശ്വസനീയമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണങ്ങളൊന്ന് പഴഞ്ചോറാണ്. ഓക്കെ. അപ്പോൾ അന്ന് അവിടെ പഴഞ്ചോറ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പഴഞ്ചോറ്, സിന്ധു എവിടെ ഇരിക്കുന്നു, അവൾ എടുത്തോണ്ട് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോൾ സിന്ധു പറഞ്ഞു പഴഞ്ചോറ് സൂപ്പർ, ഇത് എത്രയോ മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ വ്ളോഗ് എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു നിനക്കെൻ്റെ ശരിയായ ടേസ്റ്റ് അറിയില്ല, ഞങ്ങളുടെയൊക്കെ അവിടെ പണ്ട് ഇങ്ങനെ പറമ്പിൽ വരുമായിരുന്നു ക്ലീൻ കാട് വെട്ടാനും കൃഷി ചെയ്യാനും ഇതൊക്കെ. അവർ പക്ഷേ രാവിലെ വരുമ്പോൾ അവർ ചായ മാത്രം കുടിച്ചിട്ട് വന്നിട്ട് 11 മണിയാകുമ്പോൾ മതി എന്ന് പറയും. എന്നിട്ട് അന്നത്തെ കാലത്ത് ഇത്രയും പ്ലേറ്റുകളൊന്നുമില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അന്നത്തെ ഒരു സ്റ്റൈലാണ്, ഇലയിലാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ മറിഞ്ഞു പോയിരിക്കും എന്താ ചെയ്യുന്നത്, ഇങ്ങനെ കുഴിയിലിട്ട് കഴിക്കും. ഇതിപ്പോൾ വീണ്ടും ഒന്നുകൂടി ആവട്ടെ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്, ഓരോ കാലങ്ങളിൽ ഓരോ സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണും. അപ്പോൾ അവർ അധ്വാനിച്ച് വന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക സൗന്ദര്യമാണ് അത് കാണാൻ. നമുക്ക് ഇതുപോലെ ഒന്ന് കഴിക്കണമല്ലോ എന്ന് ആഗ്രഹിക്കും. എന്നിട്ട് നമ്മളത് കഴിച്ചു നോക്കും. അസാമാന്യ ടേസ്റ്റ്, അതിനകത്ത് തന്നെ എല്ലാ കറികളും ഒഴിക്കും. അപ്പോൾ അതിനെ നറേറ്റീവ് ബിൽഡിംഗ് വെച്ചാൽ ജാതി വ്യവസ്ഥയൊക്കെ അതിനകത്ത് കൊണ്ടുവന്നു. ഞങ്ങളവിടെ പണിതുകൊണ്ടിരുന്ന വ്യക്തിയുടെ പേര് കരുണാകരൻ എന്നായിരുന്നു. പുള്ളിയുടെ മകനും കൊച്ചുമോനിന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഉടനെ ഒരു ജാതി ആംഗിളിൽ കൊണ്ടുവന്ന് നറേറ്റീവ് ഉണ്ടാക്കി. എന്നെ സംശയം നമ്മുടെ ബ്യൂട്ടിഫുൾ ഓർമ്മകളാണ് ചെറുപ്രായത്തിൽ ഓരോ കാലഘട്ടത്തിൽ. ഇപ്പം നമുക്ക് ഇത്രേ സൗകര്യമുള്ളൂ, ഇതിനേക്കാൾ സൗകര്യമുള്ളവരും ഭൂമിയിൽ കാണും. അവരെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അവർക്ക് അങ്ങനെ ജീവിക്കാൻ യോഗം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ടക്കന് വേറൊരു ആംഗിളിലോട്ട് ആക്കിയപ്പോഴത്തെ അതിനൊരു പ്രചാരം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഫുൾ വീഡിയോ കാണുന്നവർക്കറിയാം. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ടിട്ട് ആർക്കൊക്കെയോ കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. എനിക്ക് എന്തായാലും അവരുടെ ഒന്ന് വീട്ടിൽ കൊണ്ട് 10,000 രൂപ വെച്ച് മാസം കൊടുക്കാൻ പറ്റില്ല. എന്നെ വിറ്റിട്ടാണെങ്കിലും 4 പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, സന്തോഷം. അതിൻ്റെ പുണ്യം എനിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഈ ആശയപരമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയമാണെങ്കിലും മറ്റ് ഇത് മാറ്റി നിർത്തിയിട്ട് ശരിക്കും ഒരു ഇഷ്ട നേതാവിനെ അല്ലെങ്കിൽ ഒരു ഇഷ്ട പൊതുപ്രവർത്തകനെ നമ്മൾ തുറന്നു പറയുമ്പോൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് മോദിയെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ സ്വന്തം പാർട്ടിക്കകത്തും പുറത്തുനിന്നും നേരിടാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിക്കുമ്പോൾ പോലും എവിടേക്കോ ചില മടികൾ കാണിച്ചു എങ്കിൽ പോലും തുറന്നു പറയാനുള്ളൊരു ആർജവും കാണിച്ചു. അപ്പം ശരിക്കും അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ? നമുക്കൊരു പാർട്ടിക്ക് അപ്പുറത്തേക്ക് ശരിക്കും ഒരു വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പറയാലോ, ആശയപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും എതിർച്ചേരുണ്ടെങ്കിൽ പോലും ഒരു സ്വീകാരനാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുന്നില്ല വേണ്ട ശരിക്കും. അതാണല്ലോ ഒരു ഹെൽത്തി ഒരു പൊളിറ്റിക്കൽ ഇതെന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം ഇപ്പോൾ ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് തന്നെ പറയാം. അദ്ദേഹം എൻ്റെ MP ആണ്. അദ്ദേഹത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പല ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് എല്ലാം കാണും. കാരണം അതിനകത്തുനിന്ന് 10 കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ 2 പുതിയ വാക്കുകൾ പഠിക്കാം. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ഭയങ്കര സ്ട്രെങ്ത്താണ്. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് വിത്ത് നോളജാണ് പുള്ളി അല്ലാതെ വെറുതെ ഇംഗ്ലീഷ് പറയല്ല. പറയുന്നതിന് അസാമാന്യമായ ഒരു വിഷയത്തെപ്പറ്റി പഠിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് അതിലൂടെ അറിവ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ MP അങ്ങനെ ചെയ്യുന്നു എന്ന് കുറച്ച് ശശി തരൂരിനെയും വോട്ട് ചെയ്യാറില്ല. ശശി തരൂർ അല്ല അവിടെ നിൽക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ആഗ്രഹിക്കും. കാരണം നാടിന് കുറച്ചൊരു വികസനം ഞാൻ കാണുന്നു. കാരണം പുള്ളിയുടെ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമായിരിക്കും, രാഷ്ട്രീയ പ്രവർത്തനം ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ പുള്ളിയുടെ നല്ല കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. അത് അംഗീകരിച്ചാൽ അതാണ് സുഖം എന്ന് എനിക്ക് തോന്നാറുണ്ട്. മറ്റവർക്ക് സൂഹിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ അതുപോലെ തന്നെ യോജിപ്പ് വരുന്നൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ചാണ്ടിയുമതിനെതിരെ പ്രതിഷേധമായി വന്നപ്പോൾ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് യോജിക്കുന്നവരുണ്ട്, അതിന് സമരമായിട്ടും പ്രതിഷേധിക്കുന്നവർ അതേ രീതിയിലേക്ക് തന്നെയുള്ള സ്പേസ് കൊടുക്കണം. കാരണം അത് പറയാനുള്ളതിൻ്റെ അപ്പുറത്തെ ഒരു വിഷയം എന്താ പറയുക, വീണമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയം കൂടിയാണ്. അപ്പം ആ പ്രതിഷേധം വിഷയമായപ്പോൾ ഇവിടെ പ്രതിഷേധം ഭയങ്കര സൗഹൃദപരമായി. അപ്പോൾ അത് 2 തോണിയിൽ കാണുന്നവരുണ്ട്. ഇപ്പുറത്തെ ചിലപ്പോൾ ഇനി BJPയിലോട്ടുള്ള കൂറുമാട്ടാവോ എന്നുള്ള കമൻസ് ബോക്സും പറയുന്നുണ്ട്, അപ്പൻ്റെ മകനായിട്ട് പറയുന്ന രീതിയിലേക്കുണ്ട്. അപ്പം അത്തരം എങ്ങനെ കാണും? ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം, ശബ്ദങ്ങൾ ഉയർന്നേക്കാം, അവരതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക എന്ന് തന്നെയല്ല ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ടത്. എങ്ങനെ തോന്നുന്നു? അല്ല, അതാ ഞാൻ പറഞ്ഞു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടി ഒരിക്കലും കോൺഫ്രണ്ടേഷനൊന്നും പോകാറില്ല. പുള്ളിയും കാറിൽ പോകുമ്പോൾ കല്ല് വലിച്ചെറിഞ്ഞ് ചില്ല് പൊട്ടി മുറിവ് വെക്കുന്ന കേട്ടിട്ടുണ്ട്. പുള്ളി ആരുടെയും വീട്ടിൽ ചെന്ന് കല്ലെറിഞ്ഞിട്ടില്ല. പുള്ളിയുടെ മകനല്ലേ, സ്വാഭാവികമായിട്ടും ഇത് എനിക്കതോടെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നവരെ കൈ കൊടുത്തു. വന്നവർക്കും തോന്നി ഇത് നല്ലൊരു കാര്യമാണല്ലോ, മോശമാക്കിയില്ല. അപ്പോൾ അതിന് പലതരത്തിൽ കാണും. ഇപ്പം ഞാൻ ഇങ്ങനെ കാണുന്നു, അതിൻ്റെ താഴെ വന്ന് തിരിച്ച് BJPയിലോട്ട് ചായുന്നു കാണുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ എനിക്കിതൊക്കെയാണ് ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ സമാധാനം കാംക്ഷിക്കുന്ന ഒരാളാണ്. കാരണം വയലൻസ് ഒന്നിലോട്ടും ഒരു പരിഹാരം ഉണ്ടാക്കില്ല.
ചില കാര്യങ്ങൾ വേണം. യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടം. സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഏറ്റവും നമ്മൾ ഈ നല്ലത്. ചായ്വ് മാറ്റം കൂറുമാറ്റം എന്ന് പറയാനുള്ള സാധ്യതകൾ നമ്മൾ സമകാലമായിട്ട് നടക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പം കോൺഗ്രസ് ഒരു വിജയത്തിലോട്ട് വന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് വിജയിച്ച ഒരാൾ BJP-യിലോട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ മാറുന്നൊക്കെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുക വരുന്നത്, ഒരു 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 പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് അവിടുത്തെ വോട്ടിനെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നു, അവരുടെ വോട്ട് നേടി വിജയിച്ചു. രണ്ട് പക്ഷം ഉണ്ടായിരിക്കാം. ആ വ്യക്തിയെ കണ്ട് വോട്ട് ചെയ്തവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ആ നിൽക്കുന്ന പാർട്ടിയെ കണ്ടിട്ട് വോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തിപരമായിട്ടൊരു തീരുമാനമെടുത്ത് മറ്റൊരു പാർട്ടിയിലോട്ട് പോകുമ്പോൾ ഒരു വഞ്ചന തന്നെയല്ലേ അപ്പുറം നടക്കുന്നുണ്ടായിരിക്കും? ഈ ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ മേഖല ഉണ്ട്. രാഷ്ട്രീയം, സിനിമ, സ്പോർട്സൊക്കെ. ദർ ഇസ് നത്തിങ് ഫെയർ ഇൻ വാർ എന്നൊക്കെ പറയുന്ന പോലെ ഇത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്ര നിർമ്മാണം. രാഷ്ട്രത്തെ നല്ല രീതിയിൽ നയിച്ച് നിർമ്മിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട് പല പാതകൾ സ്വീകരിക്കും. കോൺഗ്രസിൻ്റെ വഴി സ്വീകരിക്കുന്നവരുണ്ടാവും, BJP-യുടെ ഉണ്ടാവും, മറ്റു പാർട്ടികളുമായിട്ടുണ്ടാവും. ഒരു ഘട്ടത്തിൽ തോന്നുന്നു എനിക്ക് ഈ പാർട്ടിയിൽ നിന്നിട്ട് എനിക്ക് രാജ്യ പുരോഗതിക്ക് ഒരു സംഭാവന ചെയ്യാൻ പറ്റില്ല. അന്നേരം അവർ ആശയം മാറുന്നു. പക്ഷെ ആ മത്സരത്തിന് മുമ്പേ എങ്കിൽ പാർട്ടി മാറാലോ. കാരണം ഒരു പാർട്ടി നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ റീകോളിംഗ് എന്ന് പറഞ്ഞ സംവിധാനമില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ ജയിച്ചത് ഇന്ന പാർട്ടിയുടെ പേരിൽ, എന്നിട്ട് പാർട്ടി മാറുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1/3 ആൾക്കാർ ചേർന്നാലേ പാർട്ടി മാറാൻ പറ്റും. ഇല്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫിക്കേഷൻ വരും. അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് മാറാൻ പറ്റാത്ത ഇതുണ്ട്. ഇപ്പോഴും മാറുന്നില്ല. ജയിച്ചിട്ട് നേരെ ഇപ്പോൾ ഇവിടെ നിന്ന് MLA-ക്ക് ഈ പാർട്ടിയിലോട്ട് വരാൻ പറ്റില്ല. 3-1 ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ മാറി വരാൻ പറ്റൂ. അത് ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3-1 ഹോൾ മന്ത്രിസഭയുടെ മാറി വരുന്നവരുണ്ട്. മഹാരാഷ്ട്രയിൽ നമ്മുടെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗം എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം പേര് ഇപ്പുറത്തോട്ട് വന്നിട്ട് മാറി വന്നു. അപ്പോഴെന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറുന്നു. രാഷ്ട്രീയത്തിൽ പലതരത്തിൽ പറയാം, മനസ്സിലായില്ലേ? തിരിച്ച് ഇവിടെ നിന്ന് കോൺഗ്രസിൽ പോകുന്നവരുണ്ട്, ഇവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകുന്നവരുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വഞ്ചനയായിട്ട് കാണുന്നവർക്കും വഞ്ചനയായിട്ട് കാണാം. ഈ മാറുന്നവർ പറയുന്ന അവർക്കൊരു ന്യായീകരണം കാണും. എനിക്കിവിടെ യാതൊരു നിലനിൽപ്പുമില്ല, എൻ്റെ ഒരു ആവശ്യമാണ്. ഞാൻ നാട്ടുകാരത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ അംഗീകാരത്തോടെ പോകുന്നെന്നും പറഞ്ഞോളേ. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ മാറിക്കൊണ്ട് നേരത്തെ പറഞ്ഞു വരിക, നീങ്ങിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമാണ്. ഇത് അല്ലേ, നേതാവ് മാറുമ്പോൾ അവരുടെ ചുറ്റുമുള്ള പലരും കൂടെ അങ്ങോട്ട് ഉരുണ്ടു പോകും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സീനിനെ പറ്റിയിട്ട് സംസാരിക്കാൻ നിർത്താൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് കുറേ സിനിമകളിലൂടെയും അല്ലെങ്കിൽ മിനിസ്ക്രീനിലും ബിസ്ക്രീനിലും വന്നിട്ടുണ്ടെങ്കിലും ചതിക്കാത്ത ചന്തു അതിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്, അല്ലേ? പ്രത്യേകിച്ച് പുറത്തുനിന്ന് കുത്തറ സീൻ വരുമ്പോൾ ഇക്കാലത്തും എന്നുള്ള രീതിയിലേക്ക് വന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെയിൻലി നിന്ന് ആ സീൻ തന്നെ ഭയങ്കരമായിട്ട് നമ്മളത് ആസ്വദിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് സീൻ അന്ന് അവതരിപ്പിക്കുന്നത്? എങ്ങനെയാ, അല്ലെങ്കിൽ കൈ നിറഞ്ഞ കാര്യം എന്തായിരുന്നു ശരിക്കും? എങ്ങനെയാണ് ഇത് റൈറ്റർ പറയുന്നത്, ഡയറക്ടർ പറയുന്നത്? ഈ സീനിനോട് എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആദ്യം 2-3 പേർക്ക് നന്ദി പറയണം. 1 ജയസൂര്യ അടുത്ത്, 2 മെക്കാട്ടിൻ്റെ അടുത്ത്. കാരണം ഈ സിനിമ അന്ന് ലാല് പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ റാഫി മെക്കാട്ടിനായിട്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. കാരണം അന്ന് ഹാജ, എൻ്റെ പ്രിയ സുഹൃത്തുള്ള അപ്പോൾ ഹാജയെ പറ്റി പറയാതെ പോകാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണ് ഹാജയുടെ വീട്ടുകാരും എല്ലാവരുമായിട്ട്, ഹാജയുടെ അച്ഛനുമായിട്ട് വലിയ കൂട്ടായിരുന്നു. കൂട്ടിപ്പോഴും വിവാഹങ്ങളാണെങ്കിലും മറ്റു ഫംഗ്ഷനിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും ഹാജ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഹാജ വഴിയാണ് റാഫി മെക്കാട്ടിനെ പരിചയപ്പെടുന്നത്. മെക്കാട്ടിൻ ഞാൻ കുറേ സംസാരിച്ചു. റാഫിൻ്റെ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ മെക്കാട്ടിന് ഇപ്പുറത്ത് കാണും. അപ്പോൾ ഈ സീൻ പടത്തിന് ലെങ്ത് കൂടിയുണ്ട്, കുറേ സീൻ കട്ട് ചെയ്തതിൽ ഇതും പോയി. അപ്പോൾ എനിക്ക് ആകെ ഈ സിനിമയിൽ എന്തെങ്കിലും രക്ഷപ്പെടണം ഈ സീൻ മാത്രം. ഞാൻ മെക്കാട്ടിനെ പോയി സോപ്പിടുന്നു. മെക്കാട്ടിൻ മറ്റേ റാഫി എടുത്ത് പറ. ഞാൻ റാഫി ഒന്നും കേൾക്കത്തില്ല, അവിടെ ഭയങ്കര ഷൂട്ട് നടക്കുന്നത് 10 മണി പോയാലിങ്ങനെ. റാഫി വലിയ കൂട്ടാണ്. ഞാൻ ലാലിനോട് പോയി പറഞ്ഞു നോക്കി. ഞാൻ ജയസൂര്യ ഇതില്ല ഇപ്പോൾ കൃഷ്ണേട്ടാ, ഇതിപ്പോൾ എങ്ങനെ എടുത്ത് തീർക്കും, പടം തീർക്കണ്ട എനിക്കറിയാൻ. അപ്പോൾ അന്ന് ജയസൂര്യ കത്തി നിൽക്കുക. അങ്ങനെ ജയസൂര്യ ഒരു കാര്യം ചെയ്യാം, നോക്കട്ടെ, ലഞ്ച് കഴിഞ്ഞിട്ട് സംഭവം പറ്റുമോ നോക്കട്ടെ, ഒരു 2 മണിക്കൂർ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുമോ നോക്കണം. ആലോചിച്ചൊരു ലെങ്തി സീൻ. മെക്കാട്ടിനും പറഞ്ഞു നമുക്കത് പിടിച്ചു നോക്കാം. അപ്പോൾ അപ്പുറത്ത് ഇത് എവിടെ നടക്കുന്നത് വെച്ചാൽ എറണാകുളത്ത് ഒരു ഐലൻഡിനകത്ത് സിൽവർ ലാൻഡോ എന്തോ പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് പോയി ഷൂട്ട് ചെയ്യണം. ടപ്പൻ യൂണിറ്റ് എന്ന് പറയുന്നു. അവിടെ നമ്മുടെ വയറും മറ്റേതൊക്കെ കിടപ്പുണ്ട്. അവിടെ കുറേ ഓലയൊക്കെ എടുത്ത് ചെല്ലാം മറച്ചു. ചടപടാന്ന് ഇത് മെക്കാട്ടി വന്ന് ചെയ്യുന്നു. ഫൈറ്റ് മാസ്റ്റർ വന്നു നിന്നു. ഇവരുടെ സഹകരണം കൊണ്ട് ഒരു ചിലപ്പോൾ 2-3 മണിക്കൂറോ 3.5 മണിക്കൂർ എടുത്തതാണ് ഈ സീൻ എടുത്തു. ഓക്കെ, തട്ടിക്കൂട്ടിയാണ് എടുത്തതാണ്. പക്ഷേ ഇത് വന്നപ്പോൾ ഇതൊരു ആ സിനിമയിൽ ഇഷ്ടംപോലെ സീൻ, അതിൽ
ഒന്ന് എറിച്ച് നിൽക്കുന്ന തീർച്ചയായിട്ടും. ഇതുമാണ്. കാരണം അതില് പ്രത്യേകിച്ച് അവർ റിവെഞ്ച് ചെയ്യുന്ന സമയങ്ങളിലെ സീനുകളിലൊക്കെ നമ്മൾ പിന്നീട് കാണാറുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും ഇതായിട്ട് നമ്മൾ കണ്ട് പറയുന്ന സംഭവം, കാരണം അതുവരെയുള്ള സ്ഥിര ക്ലീഷകൾ പൊളിച്ച സീൻ കുത്തി പ്രശ്നം ഉണ്ടായി പറഞ്ഞോടത്ത് ഇങ്ങനത്തെ ടെസ്റ്റ് പ്രതീക്ഷിക്കണില്ല. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് മറ്റേ പണ്ട് വെള്ളി നക്ഷത്രത്തിലാണ് ജഗദീഷന്റെയും അല്ലെ ജഗദീഷ് രണ്ടുപേരുടെ എന്നുള്ള രീതിയിലേക്ക് മുഖഭാവം മാറുന്ന പോലെ ഇത് അതേപോലെ കുത്തുകൊണ്ട് ആളുടെ കുത്തിയ ആളുടെ മുഖം മാറും. അതെ, അയാളും തടവി നോക്കുന്നു, മറ്റേ രണ്ടുപേർക്കും പ്രശ്നമായി പോയി. കാരണം അയാൾക്ക് കുത്തിക്കഴിഞ്ഞു, കുത്തണ്ടായിരുന്നു എന്നാണ് റിയാക്ഷൻ. ആ സീൻ ഗംഭീരായിരുന്നു. അതേപോലെ തന്നെ ഓർക്കുന്ന ഒരു സീൻ കൂടിയായിരുന്നു സത്യം പറഞ്ഞാൽ സമ്മർ പാലസിൽ ഡ്രംസ് വെച്ച് ആ നോട്ടും പല്ലും ഭയങ്കരമായിട്ട്. സമ്മർ പാലസ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഇവിടെ നമ്മുടെ 5 ഫോൾസ് ഉണ്ടല്ലോ കുറ്റാലം, അതിനടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അന്നേരം എറണാകുളത്തുള്ള കുറച്ച് സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ ഈ ലിക്കർ ഇൻഡസ്ട്രി നിൽക്കുന്നവർ ഒരു രസത്തിനൊരു പടം എടുക്കുന്നു. അപ്പോൾ മനോഹരൻ എന്നാണ് അതിനകത്തെ മെയിൻ പ്രൊഡ്യൂസർ. മനോഹരനായിട്ട് ഇന്നും ടച്ചില്ല. അപ്പോൾ ഇങ്ങനെ പടത്തിന് വിളിക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിനകത്ത് ഹരി നായർ തന്നെയാണ് നായകൻ, പിന്നെ മരിച്ചുപോയ നടിയുണ്ട്, പുള്ളിക്കാരിയായിരുന്നു അതിനകത്ത് നായിക, ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന റോളാണ്. അപ്പോൾ ഇതിനകത്ത് അന്ന് ദേവസ്യേട്ടനാണ് മേക്കപ്പ്. എം ഒ ദേവസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാനേജർ കൂടെ നിൽക്കുന്ന ജോർജിൻ്റെ മാനേജറായ ജോർജിൻ്റെ അച്ഛൻ. അപ്പോൾ ഇതൊരു ചെറിയ പ്രൊഡക്ഷനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഭൂതത്തിനെ മറ്റേതൊക്കെ കാണിക്കുന്ന സീനിലൊക്കെ ഈ പല്ലൊക്കെ ഇങ്ങനെ കുറച്ച് ഒട്ടിച്ച് വെച്ച സാധനം കാണിച്ചു. എനിക്കിത് ടെൻഷനായി. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പല്ല് വെച്ചാൽ ശരിയാവില്ല. അല്ല പക്ഷെ പറയും ഇത് ഇങ്ങനെയുള്ള സൗകര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ടപ്പൻ വണ്ടി എടുത്ത് ഇവിടെ വന്നു. 140 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ വന്ന് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടാക്കി തരാമോ ക്ലിപ്പ് വെച്ച്. അങ്ങനെ 2 പല്ലുണ്ടാക്കി ഈ വായിക്കകത്ത് വയ്ക്കും. ഈ വായിൽ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ബാക്കി ഗ്രാഫിക്സ് ഉണ്ട്. ഇന്നത്തെ അത്രയും ഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്തില്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ പല്ല് വായിക്കകത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങനെ ആക്കുന്ന സീൻ എന്നൊക്കെ ആക്കി വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ ആളുടെ ക്ലോസപ്പ് കാണിക്കും. എൻ്റെ പല്ലിനടുത്ത് വെളി വെച്ചിട്ട് പിന്നെ കുറച്ച് ഗ്രാഫിക്സ് എന്തോ കാണിച്ചു. ഇങ്ങനെ തട്ടിക്കൂട്ടി എടുത്തതാണ്. ഈ പടം തിയേറ്ററിലൊന്നും ആരും കണ്ടില്ല, ഓടിയില്ല. പക്ഷെ ഇതങ്ങ് ഇല്ലേ ഈ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിൽ വരാൻ തുടങ്ങി. ഇത് ആൾക്കാർക്ക് എവിടെയോ തമാശയായിട്ടുണ്ട്, സീരിയസ് ആയിട്ടും കാണാൻ 2 തലത്തിലും കണ്ടിട്ടുണ്ട്. ഉണ്ട്. എൻ്റെ അടുത്ത് പറയും അയ്യോ ക്ഷമറിയ സമ്മർ പാലസ് കണ്ട് ഞങ്ങൾ പേടിച്ചിട്ടുണ്ട്. ആ പേടിച്ചവരും ഇപ്പം അത് കണ്ടിട്ട് ചിരിക്കുന്നു. ഒരു സമയം കഴിയുമ്പോൾ അന്ന് പേടിച്ച കാര്യങ്ങൾ നമ്മൾ ചിരിക്കുന്ന പോലെ ഇപ്പോൾ നമ്മളിങ്ങനെ ഓർക്കും ചില സംഭവങ്ങളൊന്നും എടുക്കുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഇപ്പോഴും കുറേ സിനിമകളല്ലേ നമ്മൾ അന്ന് ഭയങ്കരമായിട്ട് പേടിച്ച് കൊച്ചിൽ കണ്ട സിനിമകൾ ഇന്ന് കാണുമ്പോൾ ചിലപ്പോൾ ആ പേടിയുടെ തലങ്ങൾ മാറിയിട്ടുണ്ടാവും, ചിരിച്ചു. പക്ഷെ ഇന്നും പലർക്കും അത് ഭയമാവാറുണ്ട്. പക്ഷെ അത് എടുത്തോണ്ടിരുന്നപ്പോൾ ഞങ്ങളിരുന്ന് ചിരിച്ച് എന്തുമാത്രം ചിരിച്ചു. ഇന്ദ്രൻസ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ നടന്നൊരു സംഭവമാണ് സമ്മർ പാലസിൻ്റെ ഡയറക്ടർ മുരളി മരിച്ചുപോയി. പക്ഷേ ആ സെറ്റ് വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തൊരു സെറ്റായിരുന്നു. ഈ ചതികഥ ചന്തുലിനെ പറഞ്ഞു അത് വെട്ടിപ്പോണ്ട സീനായിരുന്നു എന്നുള്ളത്. നമ്മൾ ഭയങ്കര തമാശയായിട്ട് പറയാറുണ്ട് സൗന്ദര്യം ഒരു ശാപമായി പോയില്ലോ എന്നുള്ളത്. പക്ഷെ സിനിമയിൽ ആ സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നവരെ കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചോദിക്കുക, സൗന്ദര്യം ശാപമായിട്ടുണ്ടോ സിനിമയിൽ? അവസരങ്ങൾ കൊണ്ടോ മാറ്റി നിർത്തലുകൾ കൊണ്ടോ എന്തെങ്കിലും? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നുമല്ല. നേരത്തെ പറഞ്ഞ് വീണ്ടും പറയാം, നമുക്കൊരു തലയിലെടുത്ത് ഇടുന്നുണ്ട്. അപ്പം നമുക്കൊരു ഓർബിറ്റ് ഉണ്ട്. ഈ ഓർബിറ്റിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. മറ്റൊരാൾക്ക് നമ്മുടെ ഇതിനകത്ത് കയറാനും പറ്റില്ല, മറ്റൊരാളുടെ ഇതിനകത്ത് നമുക്കും കയറാൻ പറ്റില്ല. എനിക്കുള്ളത് എനിക്ക് തന്നെ വരും, അതിൽ യാതൊരു തർക്കവും ഇല്ല. എനിക്കുള്ളതല്ലെങ്കിൽ ഇനി ആരൊക്കെ എൻ്റെ പക്ഷത്ത് നിന്നാലും അത് വരത്തുമില്ല, വരില്ല. തിരിച്ചു പോവുക, ഹാപ്പി ആയിട്ടങ്ങ് പോവുക, അത്രേ പറ്റൂ. ശരിക്കും ആ സിനിമയുടെ മറ്റൊരു തലത്തിലോട്ട് ഉണ്ടോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ മറ്റു തലങ്ങളിലോട്ട് എന്നുള്ള രീതിയിലേക്ക്? അതൊക്കെ ഉണ്ടാവും, അതൊക്കെ എൻ്റെ ഭാഗമായി. കാരണം അറിയോ, ഏത് ഇൻഡസ്ട്രിയിൽ നമ്മൾ പോയാലും അവിടെ നമുക്ക് സുഖങ്ങളും ഉണ്ടാവും ദുഃഖങ്ങളും ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നാലേ പോകാൻ പറ്റും. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരും പോകില്ല. ഇപ്പോൾ നമ്മളെന്നെ കാണുന്നു, വലിയൊരു വ്യവസായി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തിട്ട് കാണുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് കാണുന്നതല്ല. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റാരുടെയും കാര്യത്തിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. ഇപ്പോൾ റോഹൻ ഇപ്പോൾ എന്താ മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്താ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് നിയന്ത്രണം ഉണ്ടെന്ന് തോന്നുന്നു. ഈ നിയന്ത്രണം ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വല്ല ചെയ്യാൻ പറ്റും. അതെ, ഈ എനിക്ക് തോന്നുന്നു ചതികഥ ചന്തു തന്നെ കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെയാണ് അതൊരു റീക്രിയേഷൻ നടന്നത്. ഓസി ചെയ്തിട്ടുള്ള സാധനം. അയ്യോ, ഞങ്ങൾ പണ്ട് ഇത് ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലം. അതെ, എന്തുമാത്രം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഇത്തരം സംഭവങ്ങൾ. അത് കറക്റ്റ് ആ സംഭവം ചെയ്ത ഈ സിനിമയാണ്. ഈ ചതിക്കാത്ത ചന്തുവില് ലാലായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഓസി ഏതോ സിനിമയിൽ എന്തോന്നോ ഗ്രാമം പറഞ്ഞു ഓസി.
എന്ത് രസമായിരുന്നു റോസ് ചെയ്യുന്നത്. എനിക്ക് പക്ഷെ ആ ചെയ്തതിൽ കുറച്ചുകൂടെ ഇതായിട്ടുള്ളത് ഇതായിരുന്നു, പഞ്ചാബി ഹൗസിലാണ് ആ തിരിച്ചു പോകുന്നത്. വിഷമില്ല സാരില്ല രമണ, ഞാൻ ആ ചുവന്ന ഷർട്ടും പിടിച്ച് നിൽക്കുന്ന സംഭവം, എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട്, ഡയലോഗ് ഭയങ്കര ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാന്നൊക്കെ പറയുന്നത്. മുതലാളി ഭംഗിയുള്ള എന്താ പറയുക, ഏറ്റവും കൊതി തോന്നുന്ന അച്ഛൻ എന്ന പോലെ തന്നെ ശരിക്കും പറയാറുണ്ട് നമ്മൾ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കെ പോലെ ഭയങ്കര അൺറൈറ്റഡ് ആയിട്ടുള്ളൊരു സൗന്ദര്യമുള്ള ഒരാൾ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സന്തൂർ ഡാഡിയാണെന്ന് കൂടെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലീഷയായിട്ട് അങ്ങനെ കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും. പ്രിൻസിപ്പിൾഡ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ആദ്യം അദ്ദേഹത്തിനോട് അഭിനയിക്കുന്ന സുഹൃതം സിനിമയില്ല, വളരെ പ്രിൻസിപ്പിൾഡാണ്. ഇത്ര മണിക്ക് എണീറ്റിരിക്കും, ഇത്ര മണിക്ക് ഡബ്ബിങ്ങിന് പോയിരിക്കും, അതിനിടയ്ക്ക് വ്യായാമം ചെയ്തിരിക്കും. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തലയിലെടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. ഇപ്പം 50-ാമത്തെ വയസ്സിൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ കുറച്ച് വ്യായാമം ചെയ്തുകൊണ്ടിരുന്നാൽ ആയുസ്സൊക്കെ ഉണ്ടെങ്കിൽ 70-ലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഏതൊക്കെ കൂടെ എൻജോയ് ചെയ്യുന്നത്, സന്തൂർ ഡാഡിയാണോ സന്തൂർ ഗ്രാൻഡ് പേ ആണോ? അതായിരുന്നു. ഇപ്പൊ സന്തൂർ ഗ്രാൻഡ് പേ അല്ലേ? നമുക്ക് ഈ ഒരു സ്റ്റേജ് അനുഭവിക്കാൻ യോഗം കിട്ടിയില്ലേ? അതെ, ഓമി. അതെ, വളരെ നേരത്തെ തീരുമാനം എടുത്തതിന് അല്ലേ, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ഘട്ടത്തിലും. അപ്പം നമ്മൾ തുടക്കത്തിലേ സംസാരിച്ചതുപോലെ ഒരു ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ ജീവിതങ്ങളുടെ ഒരു ബുക്കോ അതിനെക്കുറിച്ചൊരു എഴുത്തോ വരുമ്പോൾ എപ്പോഴെങ്കിലും എഴുത്തിൻ്റെ രൂപത്തിലോട്ട് കിടക്കുമ്പോൾ അത്തരം എഴുതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോണ്ടന്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈഫിൽ. റോഹൻ പറഞ്ഞപ്പോൾ, കാരണം എനിക്ക് എന്നും ജീവിതത്തിൽ ലേഡി ലക്കുള്ള, അതെ അതെ, അത് അമ്മ തൊട്ട് എന്ന് വെച്ചാൽ അച്ഛന് ഇഷ്ടമല്ലെന്നോ അല്ലെങ്കിൽ ആണുങ്ങളോട് ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് എന്നും സ്ത്രീകളുടെ ഒരു ഭാഗ്യം എന്നിലൂടെ കടന്നു പോകുന്നു. അത് അമ്മ, ഭാര്യ, മക്കൾ. സീരിയൽ പോലും സ്ത്രീ എന്നൊരു സീരിയലാണ് എനിക്ക് സക്സസ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വീടിന്റെ പേര് പോലും ഇട്ടപ്പോൾ ആ വീട്ടിനകത്ത് മൊത്തം സ്ത്രീകളാണ്. സോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ ആ ബുക്കിന്റെ എന്തായിരിക്കും ആ ബുക്കിന്റെ പേരും ആമുഖത്തിൽ എഴുതുന്ന 2 വരികളും എന്തായിരിക്കും? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്ത്രീ ജീവിതം എന്തെങ്കിലും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ പവറിനെ പറ്റി എന്ന് മനസ്സിലാക്കുന്നു അന്ന് അവർ വിജയിക്കും. അസാമാന്യ ശക്തിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവരുടെ അകത്ത് പലപ്പോഴും പറഞ്ഞു, നമ്മൾ ഈ സ്ത്രീകളൊക്കെ അല്ലേ നമ്മളിങ്ങനെ അങ്ങ് ഒരുങ്ങിക്കൂടിയൊക്കെ പോകുന്നു. അതല്ല, സ്ത്രീകൾ എന്ന് അവരുടെ ശക്തി മനസ്സിലാക്കുന്നു. ആ ശക്തി മനസ്സിലാക്കുന്ന സമയത്തും അത് തലയിലോട്ട് എടുക്കരുത്, അത് ശരീരത്തിൽ തന്നെ നിർത്തി ഒതുങ്ങി, മീൻസ് അച്ചടക്കത്തോടെ ഒരു നിന്നാൽ അസാമാന്യ പവറാണ് സ്ത്രീകളെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ലോകത്തെ നമ്പർ 1 പലയിടത്തെ നേതാക്കൾ, ഇന്ത്യയുടെ തന്നെ പഴയ ഒരു ഇന്ദിരാഗാന്ധി എടുത്ത് നോക്ക്, ശ്രീലങ്കയുടെ ഒരു സിനിമ ഭണ്ഡാര നായിക, ഇന്ന് തന്നെ ഇന്ത്യ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം 15 വർഷം എടുത്താൽ താഴെ ജയലളിത, മുകളിൽ കാശ്മീരിൽ മറ്റേ റുബിയ സയ്യിദിൻ്റെ മക്കൾ, അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലോട്ട് പോയാൽ മമത, ഇപ്പുറത്തോട്ട് രാജസ്ഥാനിലോട്ട് പോയാൽ BJPയുടെ വിജയരാജ സിന്ധ്യ. ഇങ്ങനെ എടുത്താൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് ഒരു വനിതയാണ്. അങ്ങനെ എടുത്താൽ അസാമാന്യ ശക്തിയാണ്. ലണ്ടനിൽ മാർഗരറ്റ് താച്ചറായിരുന്നത്, കയ്യിലൊടുങ്ങാത്തത്ര ഇതിന്. പക്ഷേ പലപ്പോഴും ഇവർക്ക് ഉയർച്ച വരുമ്പോൾ അല്ല തലയിലോട്ട് കയറിപ്പോയാൽ പതനവും വരും, ഇതിനും എതിർപ്പ് വരും. പക്ഷേ ഞാൻ സ്ത്രീയുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു, അസാമാന്യ കഴിവാണ്. മാത്രമല്ല അടുത്ത 100 വർഷം നിങ്ങളുടെയാണ്. അതുകൊണ്ട് സ്ത്രീ ജീവിതമൊന്നും അല്ലേ, സ്ത്രീ പക്ഷം എന്ന് എന്തുവേണം പേരിടാം, ബുക്ക് എഴുതിട്ട് അങ്ങനെ ബുക്ക് എന്താവട്ടെ, അങ്ങനെ ബുക്കിന്റെ ഒരു പ്രകാശനം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ടാവാൻ പറ്റട്ടെ, ഭാഗ്യം ഉണ്ടാവട്ടെ. അല്ല, വെറൈറ്റി ലോഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ഇനിയൊരു മുഖാമുഖം നമുക്ക് ഇരിക്കുമ്പോൾ അന്ന് നേരത്തെ പറഞ്ഞ പോലെ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച് MLA ആയിട്ടും അതൊരു അധികാരത്തിൽ വന്ന് മന്ത്രിയായിട്ടും ഇഷ്ടപ്പെട്ട വകുപ്പായിട്ടും ദീർഘവീക്ഷണങ്ങൾ അത് സാഫല്യമാവട്ടെ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാവട്ടെ, നല്ല പൊതുപ്രവർത്തനമാവട്ടെ, അച്ഛനാവട്ടെ, നടനാവട്ടെ. താങ്ക് യു സോ മച്ച് ഇത്രയും സമയത്തിന്. അസാധ്യ വരികൾ, നല്ല വാക്കുകൾ കൊണ്ട് അവസാനിപ്പിച്ചു. നന്ദി. താങ്ക് യു. ഇഞ്ചി, മൈ മീൽ പാർട്ട്ണർ.